ലാസ്റ്റ് സെഷനിൽ നമ്മൾ ഈ 3 സ്കീം ആർക്കിടെക്ചർ കഴിഞ്ഞു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. 3 സ്കീം ആർക്കിടെക്ചർ എടുത്തല്ലോ അല്ലേ? ആരെങ്കിലും ഓർക്കണ്ടോ? ഈ സംഭവം 3 സ്കീം ആർക്കിടെക്ചർ ആർക്കും ഓർമ്മയില്ല. അപ്പൊ നെക്സ്റ്റ് ടോപ്പിക് DBMS ലാംഗ്വേജസ് ആൻഡ് ഇന്റർഫേസസ്. അതാണ് ഇനി അടുത്ത ടോപ്പിക്ക്. നമ്മളിപ്പോൾ ലാസ്റ്റ് സെഷനിൽ നമ്മൾ 3 സ്കീം ആർക്കിടെക്ചർ നോക്കിയായിരുന്നു. കോൺസെപ്ച്വൽ ലെവൽ, ഇന്റേണൽ ലെവൽ, അതുപോലെ തന്നെ എക്സ്റ്റേണൽ ലെവൽ. 3 ലെവലിലുള്ള സ്കീമ, അതെങ്ങനെയാണ് അതിന്റെ മാപ്പിംഗ് ഒക്കെ പോകുന്നതെന്നുള്ളതാണ് 3 സ്കീം ആർക്കിടെക്ചറിൽ ഡിഫൈൻ ചെയ്തത്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഡാറ്റാബേസ് ലാംഗ്വേജസ് ഏതൊക്കെയാണ്. ഇപ്പൊ ജസ്റ്റ് ഇതൊരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ മാത്രമേ ഉള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓരോരോ മൊഡ്യൂളല്ല, സെക്കൻഡ് മൊഡ്യൂൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആവശ്യമുള്ള ഡാറ്റാബേസ് ലാംഗ്വേജസ് പഠിക്കും. DDL DML ഒക്കെ പഠിക്കും. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഡാറ്റാബേസ് ലാംഗ്വേജസ് എന്ന് പറയുന്നത് 4 ടൈപ്പ് ഓഫ് ലാംഗ്വേജസ് ഉണ്ട്. ഓഡിയോ ഓണല്ലേ? ഓക്കെ. ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് DDL, സ്റ്റോറേജ് ഡെഫിനിഷൻ ലാംഗ്വേജ് SDL, വ്യൂ ഡെഫിനിഷൻ ലാംഗ്വേജ് VDL, ആൻഡ് ലാസ്റ്റ് വൺ ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് DML. അപ്പോൾ അങ്ങനെ 4 ടൈപ്സ് ഓഫ് ലാംഗ്വേജസ് ആണ് നമുക്ക് കോമൺലി ഒരു ഡാറ്റാബേസ് സിസ്റ്റത്തിൽ ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് വൺ DDL. അപ്പോൾ ഈ DDL DML ഒക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ലാബിലും അതുപോലെ തന്നെ സെക്കൻഡ് മൊഡ്യൂളിലും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാറുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് അറിയാം. ഓക്കെ, ജസ്റ്റ് എന്തൊക്കെയാണ് ഈ ലാംഗ്വേജ് എന്നുള്ളതിന് ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഡാറ്റാബേസ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് യൂസേഴ്സ് നമുക്കുണ്ട്. ഡാറ്റാബേസ് യൂസേഴ്സും ഉണ്ട്, ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റേഴ്സും ഉണ്ട്. ഇപ്പോൾ ഡാറ്റാബേസ് യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ഡാറ്റാബേസ് ജസ്റ്റ് യൂസ് ചെയ്യുക, അതൊരു ഇന്റർഫേസ് യൂസ് ചെയ്തിട്ട് ഡാറ്റാബേസ് യൂസ് ചെയ്യുന്നവരാണ് ഡാറ്റാബേസ് യൂസേഴ്സ്. ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ് നമ്മുടെ ഡാറ്റാബേസിന്റെ ഡിസൈനിങ്ങും അതുപോലെ തന്നെ സ്ട്രക്ചറൊക്കെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലാംഗ്വേജസ് ആണ് ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ബൈ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ, ദാറ്റ് ഈസ് DBA. ഓക്കെ, ആൻഡ് ബൈ ഡാറ്റാബേസ് ഡിസൈനേഴ്സ് ടു ഡിഫൈൻ ദ കോൺസെപ്ച്വൽ ആൻഡ് ഇന്റേണൽ സ്കീമാസ്. അതായത് നമ്മുടെ ഡാറ്റാബേസിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ സ്കീമ ഡിഫൈൻ ചെയ്യാനുള്ള ലാംഗ്വേജ് ആണ് ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്, ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ. ഇനി സ്റ്റോറേജ് ഡെഫിനിഷൻ ലാംഗ്വേജ് എന്ന സെക്കൻഡ് ലാംഗ്വേജിലും ഇന്റേണൽ സ്കീമ സ്പെസിഫൈ ചെയ്യാനുള്ള ലാംഗ്വേജ് ആണ് സ്റ്റോറേജ് ഡെഫിനിഷൻ ലാംഗ്വേജ്. അപ്പോൾ മോഡേൺ റിലേഷണൽ ഡാറ്റാബേസിലൊക്കെ നമുക്ക് ഒരു ഒറ്റ ലാംഗ്വേജ് അല്ലെങ്കിൽ DDL തന്നെ ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജസും സ്റ്റോറേജ് ഡെഫിനിഷൻ ലാംഗ്വേജും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് 4 കാറ്റഗറീസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അപ്പം SDL എന്നുകൊണ്ട് ലാംഗ്വേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്റേണൽ സ്കീമ അല്ലെങ്കിൽ അതിന്റെ ഫിസിക്കൽ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാനുള്ള ലാംഗ്വേജ് ആണ് SDL എന്നുകൊണ്ട് പറയുന്നത്. ദെൻ വ്യൂ ഡെഫിനിഷൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ വ്യൂ. നമ്മളൊരു ഡാറ്റാബേസ് ഡിസൈൻ ചെയ്തു, അത് ഓരോ യൂസേഴ്സിനും ഓരോ വ്യൂ ആണെന്ന് പറഞ്ഞു, അപ്പോൾ അതിനെ ഡിഫൈൻ ചെയ്യാനുള്ള ലാംഗ്വേജ് ആണ് VDL. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്, ദാറ്റ് ഈസ് നമ്മുടെ ഡാറ്റാബേസിലുള്ള ഡേറ്റയെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ലാംഗ്വേജ് ആണ് DML. അപ്പോൾ അതിനകത്ത് കുറേ കമാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. DML DDL കുറേ കമാൻഡ്സ് ഉണ്ട് ഡാറ്റ ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഡാറ്റേനെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള കുറേ കമാൻഡ്സ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് സെക്കൻഡ് മൊഡ്യൂളിൽ പഠിക്കാറുണ്ട്. അപ്പോൾ DML നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് ഡാറ്റയുടെ റിട്രീവൽ, ഡാറ്റ എങ്ങനെ ഡാറ്റാബേസിലേക്ക് ഇൻസേർട്ട് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും അപ്ഡേഷൻസ് എങ്ങനെ നടക്കും, അതിന് ഡിഫറെൻറ്റ് കമാൻഡ്സ് ആണ് DML വരണത്. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ടുള്ള ഡാറ്റാബേസ് ലാംഗ്വേജസ്. ഇനി DML തന്നെ നമ്മളിപ്പോൾ ലാസ്റ്റ് പഠിച്ചത് DML ആണ്. DML തന്നെ 2 ടൈപ്പ് ഓഫ് DML ഉണ്ട്. ഹൈ ലെവൽ ഓർ നോൺ പ്രൊസീജിയറൽ DMLും ലോ ലെവൽ ഓർ പ്രൊസീജിയറൽ DMLും ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ DML പ്രൊസീജിയറൽ ഓർ നോൺ പ്രൊസീജിയറൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കൊരു സിംഗിൾ ഡാറ്റ അല്ലെങ്കിൽ ഒരു ഡാറ്റാബേസിൽ നിന്ന് കുറച്ച് ഡാറ്റ റിട്രീവൽ മാത്രമാണ് നമ്മുടെ നോൺ പ്രൊസീജിയറൽ DMLൽ വരുന്നത്. പക്ഷെ പ്രൊസീജിയറൽ DML നമുക്ക് ഡാറ്റയിലേക്ക് നമുക്ക് പ്രൊസീജിയറൽ കോൺസെപ്റ്റ്സും കൂടി ആഡ് ചെയ്യാം. അതായത് നമ്മുടെ ഡാറ്റയുടെ കൂടെ ലൂപ്പിംഗ്, അതായത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കൺസ്ട്രക്ട്സ് ആയിട്ടുള്ള ലൂപ്പിംഗ്, കണ്ടീഷണൽ ചെക്കിംഗ്, അതുപോലെ തന്നെ കുറച്ചും കൂടി പ്രോഗ്രാമിംഗ് കൺസ്ട്രക്ട്സ് ആഡ് ചെയ്യാവുന്ന ലാംഗ്വേജ് ആണ് പ്രൊസീജിയറൽ DML. അപ്പോൾ നോൺ പ്രൊസീജിയറൽ DMLന് എക്സാമ്പിൾ ആണ് നമ്മുടെ SQL, സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് എന്ന് പറയും.
നിങ്ങളിൽ അത് ലാബിൽ ചെയ്യേണ്ട. അപ്പോൾ അതിനകത്ത് കുറേ കമാൻഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ സെറ്റ് ഓഫ് റെക്കോർഡ്സ് നമ്മൾ റിട്രീവ് ചെയ്യുന്നു. അതാണ് നമ്മൾ നോൺ പ്രൊസീജിയറൽ DML അല്ലെങ്കിൽ SQL ലാംഗ്വേജിൽ ചെയ്യുന്നത്. ഇനി നമുക്ക് SQL ലാംഗ്വേജിന്റെ കൂടെ കുറച്ചും കൂടി പ്രോഗ്രാമിംഗ് കൺസ്ട്രക്ട്സ്, അതായത് നമുക്ക് റിട്രീവ് ചെയ്യുന്ന ഡേറ്റയെ പ്രോസസ്സ് ചെയ്യാനുള്ള കുറച്ചും കൂടെ കോൺസെപ്റ്റ് ആണ് നമ്മൾ പ്രൊസീജിയറൽ DML ചെയ്യുന്നത്. അതാണ് PL/SQL എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു സെക്ഷനാണ് PL/SQL, ദാറ്റ് ഈസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇൻ സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് ആണ്. അപ്പോൾ SQLന്റെ കൂടെ കുറച്ച് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കൺസ്ട്രക്ട്സും കൂടി ആഡ് ചെയ്യുമ്പോൾ അത് ലോ ലെവൽ DML ആയി മാറി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള ഡാറ്റാബേസ് ലാംഗ്വേജസ് ഉള്ളത്. അപ്പം ഈ 4 ലാംഗ്വേജസും അതെന്താണെന്നുള്ളതും ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്, ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്, സ്റ്റോറേജ് ഡെഫിനിഷൻ ലാംഗ്വേജ്, ആൻഡ് ലാസ്റ്റ് വൺ ഈസ് വ്യൂ ഡെഫിനിഷൻ ലാംഗ്വേജ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ഈസ് DBMS ഇന്റർഫേസസ്. ഇപ്പൊ ഇന്റർഫേസ് നമ്മളിപ്പോൾ ഡാറ്റാബേസ് ഡിഫൈൻ ചെയ്തു, അതിനകത്തേക്ക് ഡാറ്റ പോപ്പുലേറ്റ് ചെയ്തു, DML DDL ഒക്കെ വെച്ചിട്ട് ഡാറ്റ പോപ്പുലേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് യൂസേഴ്സ് നമ്മുടെ ഡാറ്റാബേസിനുണ്ട്. അപ്പോൾ ഓരോ യൂസേഴ്സിനും ആ ഡാറ്റാബേസ് ആക്സസ് ചെയ്യാനായിട്ട് എന്ത് വേണം, ഒരു ഇന്റർഫേസ് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇന്റർഫേസസ് ആണ്, അല്ലെങ്കിൽ യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസസ് ആണ് നമ്മൾ ഓരോന്നായിട്ട് പറയുന്നത്. ഫസ്റ്റ് വൺ ഇസ് മെനു ബേസ്ഡ് ഇന്റർഫേസസ് ഫോർ വെബ് ക്ലയൻസ് ഓർ ബ്രൗസിങ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ഡാറ്റാബേസ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നതാണ്. ഇപ്പം ആമസോൺ, ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ ബാങ്കിങ് ഡാറ്റാബേസ് ഏതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇന്റർഫേസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഡാറ്റാബേസിനെ ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് മെനു ബേസ്ഡ് ഇന്റർഫേസസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ വെബ് ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ബ്രൗസിങ്ങിൽ കുറേ മെനൂസ്, കുറേ ചോയ്സസ് തന്നിട്ട് മെനൂസ് തന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ മെനൂസിൽ ഏതെങ്കിലും ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തുള്ള ഡാറ്റ ആക്സസ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ടാവും. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഇന്റർഫേസസ് ആണ് ഇതിനകത്ത് ഓരോന്നും പറയുന്നത്. ഈ ഫോംസ് ബേസ്ഡ് ഇന്റർഫേസസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒരു ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കയ്യിലുള്ള കുറച്ച് ഡാറ്റാസ് ഫോം ബേസിസിൽ അതിൽ അക്സെപ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് ഡാറ്റാബേസ് ആക്സസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു ജിമെയിലൊക്കെ ലോഗിൻ ചെയ്യുമ്പോൾ എന്താണ്, ഒരു ഫോം ഫില്ല് ചെയ്യുകയാണ്. അതായത് ഇമെയിൽ ID, പാസ്വേഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 2 ടെക്സ്റ്റ് ബോക്സ് ഒക്കെ ഉണ്ടാവും. നമ്മൾ അതിനകത്തേക്ക് കുറച്ച് ഡാറ്റാസ് ഇൻപുട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ ഡാറ്റാബേസിനെ ആക്സസ് ചെയ്യാൻ പറ്റും. അതാണ് ഫോം ബേസ്ഡ് ഇന്റർഫേസസ്. ഇനി ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസസ് എന്ന് പറഞ്ഞാൽ കുറേ ഐക്കൺസ് ഒക്കെ, നമുക്കിപ്പം നമ്മുടെ ഡെസ്ക്ടോപ്പിൽ കുറേ ഐക്കൺസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ ഓരോ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആ കറസ്പോണ്ടിങ് ഡാറ്റ അവൈലബിൾ ആവും. അതാണ് ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസസ്. പിന്നെ നാച്ചുറൽ ലാംഗ്വേജ് ഇന്റർഫേസസ് ഉണ്ട്. നാച്ചുറൽ ലാംഗ്വേജ് ഇന്റർഫേസസ് പറഞ്ഞാൽ നമ്മുടെ നാച്ചുറൽ ലാംഗ്വേജ്, ഇംഗ്ലീഷ് or മലയാളം ലാംഗ്വേജിൽ നമ്മൾ ആക്സസ് ചെയ്യുന്ന കുറേ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ കുറേ എക്സാമ്പിൾസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പം ഇതിനകത്ത് ഏതൊക്കെയാണ് ഇന്റർഫേസസ്, അത് ജസ്റ്റ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുക. നാച്ചുറൽ ലാംഗ്വേജ് ഇന്റർഫേസസ്, സ്പീച്ച് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്, അതായത് ഇൻപുട്ടായിട്ട് നമ്മൾ കൊടുക്കുന്ന സ്പീച്ച് ആയിരിക്കും, നമുക്ക് തിരിച്ചും ഡാറ്റാബേസ് ആക്സസ് ചെയ്തിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് റിട്രീവ് ചെയ്യുന്നതും ഇൻ ദ ഫോം ഓഫ് സ്പീച്ച് ആയിരിക്കും. അതാണ് സ്പീച്ച് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ആൻഡ് ലാസ്റ്റ് വൺ ഇസ് ഇന്റർഫേസസ് ഫോർ പാരാമെട്രിക് യൂസേഴ്സ്. അപ്പോൾ പാരാമെട്രിക് യൂസേഴ്സ് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് യൂസേഴ്സ് നമുക്ക് ഡാറ്റാബേസിൽ ഉണ്ടെന്ന് പറഞ്ഞു. അതിനകത്ത് വൺ സച്ച് ടൈപ്പ് ഓഫ് യൂസറാണ് പാരാമെട്രിക് യൂസേഴ്സ്. അതായത് ഈ പാരാമെട്രിക് യൂസേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ടൈപ്പ് ഓഫ് യൂസർ എപ്പോഴും ഡാറ്റാബേസ് ആയിട്ട് സെയിം ഇൻട്രാക്ഷൻസ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു ബാങ്ക് ടെല്ലർ അല്ലെങ്കിൽ അക്കൗണ്ട് ഓപ്പണിംഗ് സ്റ്റാഫ് ഉണ്ടാവും. അപ്പോൾ ഏത് ബാങ്കിൽ ചെന്നാലും ഒരു അക്കൗണ്ട് ഓപ്പണിംഗ് സ്റ്റാഫ് ഉണ്ടാവും. അപ്പോൾ അവർക്ക് ബാങ്കിങ് ഡാറ്റാബേസിന്റെ ഒരു പെർട്ടിക്കുലർ ഇന്റർഫേസ് ആണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ഇന്റർഫേസിൽ ജസ്റ്റ് എന്താണ്, അവരുടെ ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ആൾക്കാരുടെ ഡാറ്റാസ് ഇൻപുട്ട് ചെയ്യാനുള്ള കുറച്ച് ഇന്റർഫേസസ് മാത്രമാണ് അവരവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. എപ്പോഴും അവർ സെയിം സെറ്റ് ഓഫ് ഇന്ററാക്ഷൻസ് ആണ് ഡാറ്റാബേസ് ആയിട്ട് പെർഫോം ചെയ്യുന്നുള്ളൂ. അങ്ങനെയുള്ള യൂസേഴ്സ് ആണ് പാരാമെട്രിക് യൂസേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് സെറ്റ് ഓഫ് യൂസേഴ്സിൽ വരുന്ന ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് യൂസറാണ് പാരാമെട്രിക് യൂസേഴ്സ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഇന്റർഫേസ് ആയിരിക്കും. അവർക്ക് ബാക്കിയുള്ള മെനൂസും അതുപോലെ തന്നെ ബാക്കിയുള്ള ആക്സസിബിലിറ്റി ഒന്നും അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അവരുടെ ഇന്റർഫേസിൽ ആ ഡാറ്റാബേസിലേക്ക് കുറേ കസ്റ്റമേഴ്സിന്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ള കുറേ ഓപ്ഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും GUI അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെനു, അങ്ങനെയുള്ള കുറച്ച് ഇന്റർഫേസസ് അവർക്ക് വേണ്ടി മാത്രം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അതാണ് ഇന്റർഫേസസ് ഫോർ പാരാമെട്രിക് യൂസേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ യൂസേഴ്സിൽ സ്പെഷ്യൽ കാറ്റഗറി അല്ല. പാരാമെട്രിക് യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും സെയിം ടൈപ്പ് ഓഫ് ഇന്ററാക്ഷൻസ് നമ്മുടെ ഡാറ്റാബേസ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന ആൾക്കാരാണ് പാരാമെട്രിക് യൂസേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അപ്പൊ ഇത്രയാണ് DBMS ഇന്റർഫേസസിൽ വരുന്നത്. അപ്പൊ ഇതൊന്ന് നോക്കി വെക്കട്ടോ. ഇനി ഈ പോർഷൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ സിലബസ് പുതിയ 2020-24 സിലബസിൽ ഇല്ലാത്തതാണ്. ഇത് ജസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡാറ്റാബേസ് സിസ്റ്റം എൻവയോൺമെന്റ് കാണിച്ചിരിക്കുന്നത്. അതായത് സ്റ്റോർഡ് ഡാറ്റാബേസിൽ നിന്ന് എങ്ങനെയാണ് ഓരോ യൂസർ, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് യൂസേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. നേവി യൂസേഴ്സ് ഉണ്ട്, കാഷ്വൽ യൂസേഴ്സ് ഉണ്ട്, ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ് ഉണ്ട്, പാരാമെട്രിക് യൂസേഴ്സ് ഉണ്ട്, ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ഉണ്ട്. അപ്പോൾ ഡിഫറെന്റ് സെറ്റ് ഓഫ് യൂസേഴ്സിൽ അവർ എങ്ങനെയാണ് ഒരു സ്റ്റോർഡ് ഡാറ്റാബേസിനെ ആക്സസ് ചെയ്യുന്നത്, അതിൻ്റെ ഇടയിലുള്ള കുറച്ച് പ്രോസസ്സിംഗ് യൂണിറ്റ് ഒക്കെയാണ് ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത്. പക്ഷെ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ സിലബസിൽ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഇനി നെക്സ്റ്റ് പോർഷൻ എന്ന് പറഞ്ഞാൽ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് DBMS ആർക്കിടെക്ചർ ആൻഡ് ക്ലാസിഫിക്കേഷൻ. DBMS ഡാറ്റാബേസ് ആർക്കിടെക്ചർ ക്ലാസിഫിക്കേഷൻ. ഇപ്പൊ ഇതിനകത്ത് DBMS ആർക്കിടെക്ചർ ആർ ഓഫ് ഡിഫറെന്റ് ടൈപ്സിൽ നമുക്ക് ഡാറ്റാബേസിന് ആർക്കിടെക്ചർ പറയാൻ പറ്റും. ഫസ്റ്റ് വൺ ഈസ് സെൻട്രലൈസ്ഡ് ഡാറ്റാബേസ്, സെക്കൻഡ് വൺ ബേസിക് ക്ലയന്റ് സെർവർ, അതിന്റെ തന്നെ റിഫൈൻമെന്റ് ആണ് 2 ടയർ ക്ലയന്റ് സെർവർ ആർക്കിടെക്ചർ, ലാസ്റ്റ് വൺ 3 ടയർ ആർക്കിടെക്ചർ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 3 ആർക്കിടെക്ചേഴ്സ് ആണ് ഉള്ളത്. സെൻട്രലൈസ്ഡ് ഡാറ്റാബേസ്, ക്ലയന്റ് സെർവർ ആർക്കിടെക്ചർ. ഈ ക്ലയന്റ് സെർവർ തന്നെയുള്ളതാണ് ബേസിക് ക്ലയന്റ് സെർവർ ആർക്കിടെക്ചറും. 2 ടയർ TIER ആണ് കേട്ടോ, അതിന്റെ സ്പെല്ലിംഗ് ചെറിയൊരു കറക്ഷൻ ഉണ്ട്. 2 ടയർ ആർക്കിടെക്ചറിന്റെ ടയർ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ് കേട്ടോ. അപ്പോൾ ക്ലയന്റ് സെർവർ ആർക്കിടെക്ചർ തന്നെയുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ബേസിക് ക്ലയന്റ് സെർവറും 2 ടയർ ആർക്കിടെക്ചറും. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് 3 ടയർ ആർക്കിടെക്ചർ. അപ്പൊ ഫസ്റ്റ് വൺ സെൻട്രലൈസ്ഡ് ഡാറ്റാബേസ് ആർക്കിടെക്ചർ. അപ്പൊ ഇതിനകത്ത് ജസ്റ്റ് എന്താണ് സെൻട്രലൈസ്ഡ് ഡാറ്റാബേസ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഒറ്റ സിസ്റ്റത്തിൽ തന്നെയാണ് ഡേറ്റാബേസും സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ആ ഡേറ്റാബേസിലേക്കുള്ള യൂസറും സെയിം സിസ്റ്റത്തിൽ തന്നെയാണ്. അതായത് ഡേറ്റാബേസും യൂസറും സെയിം സിസ്റ്റത്തിൽ തന്നെ. അപ്പൊ നമ്മൾ സാധാരണ ഇപ്പൊ ലാബിലൊക്കെ ചെയ്യുന്ന സിസ്റ്റം ഡാറ്റാബേസ്, ഒറാക്കിൾ ഡാറ്റാബേസ് എന്നൊക്കെ പറയുന്നത് എന്താണ്, ഒരു സെൻട്രലൈസ്ഡ് ഡാറ്റാബേസ് ആണ്. ആ ഡേറ്റാബേസിൽ നമ്മൾ അവിടെ തന്നെ ആ ഒരു സിസ്റ്റത്തിൽ തന്നെ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ ആ ഡാറ്റാബേസിനെ ആക്സസ് ചെയ്യുന്നു ത്രൂ ഡിഫറെന്റ് കമാൻഡ്. അപ്പൊ അങ്ങനത്തെ ഒരു ആർക്കിടെക്ചർ ടൈപ്പാണ് സെൻട്രലൈസ്ഡ് ഡാറ്റാബേസ്. അപ്പൊ ആ ഒരു സിസ്റ്റത്തിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്, അതിന്റെ ഡിഫറെന്റ് ഡ്രൈവേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ അതിന്റെ ഓരോ ഇന്റർഫേസസ്, അതെല്ലാം കൂടി കൂടുമ്പോഴാണ് ആ ഡാറ്റാബേസിന്റെ കംപ്ലീറ്റ് സ്ട്രക്ചർ ആവുന്നത്. അപ്പൊ ഇതിനകത്ത് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതിനകത്ത് കുറച്ച് സിസ്റ്റം ബസ്, ഇത് ഒരു എന്താണ് സിസ്റ്റത്തിന്റെ ആർക്കിടെക്ചർ ആണ് കാണിച്ചിട്ടുള്ളത്. പക്ഷെ അതിനകത്ത് എന്താണ് ഒരു ഡാറ്റാബേസും കൂടെ കൂടി നമ്മൾ ആ സിസ്റ്റത്തിൽ സേവ് ചെയ്തിട്ടുണ്ട്. അതാണ് DBMS അല്ലെങ്കിൽ കമ്പൈലേഴ്സ് എന്ന് പറഞ്ഞ കുറെ യൂണിറ്റ് ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ഇതെന്താന്ന് ഓർക്കുക, എന്താണ് സെൻട്രലൈസ്ഡ് ഡാറ്റാബേസ് ആർക്കിടെക്ചർ എന്നല്ല, സെയിം സിസ്റ്റത്തിൽ തന്നെ നമ്മൾ സെൻട്രലൈസ് ചെയ്തേക്കുവാണ്. ആ ഡാറ്റാബേസ് അവിടെ തന്നെ സ്റ്റോർ ചെയ്യുന്നു, ആ സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ആക്സസ് ചെയ്യുന്നു. സച്ച് ടൈപ്പ് ഓഫ് ആർക്കിടെക്ചർ ഇസ് നോൺ ആസ് സെൻട്രലൈസ്ഡ് ഡാറ്റാബേസ് ആർക്കിടെക്ചർ. ഇനി ബേസിക് ക്ലയന്റ് സെർവർ ആർക്കിടെക്ചർ. അതായത് ക്ലയന്റ് സെർവർ ആർക്കിടെക്ചറിൽ ആക്ച്വലി എന്താണ്, ഒരു ക്ലയന്റ് മെഷീനും ഉണ്ടാവും, സെർവർ മെഷീനും ഉണ്ടാവും. അപ്പൊ ക്ലയന്റിൽ നിന്ന് എന്താണ് സെർവർ മെഷീനിലായിരിക്കും നമ്മുടെ ഡാറ്റാബേസ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ സെർവർ മെഷീനിലേക്ക് ക്ലയന്റിൽ നിന്ന് ഒരു റിക്വസ്റ്റ് ത്രൂ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ചെന്നാലാണ് സെർവറിൽ നിന്ന് അതിനെ പ്രോസസ്സ് ചെയ്ത് തിരിച്ച് ക്ലയന്റിലേക്ക് റെസ്പോൺസ് ആയിട്ട് നമുക്ക് കൊടുക്കുന്നത്. അപ്പം രണ്ടും സെപ്പറേറ്റ് ഡിവൈസസ് ആണ്, അല്ലെങ്കിൽ സെപ്പറേറ്റ് നെറ്റ്വർക്കിലാവാം, സെപ്പറേറ്റ് ഡിവൈസസ് ആണ്. അപ്പം ക്ലയന്റ് മെഷീനും സെർവർ മെഷീനും ഉണ്ട്. ക്ലയന്റിൽ നിന്ന് റിക്വസ്റ്റ് ഫോർവേഡ് ചെയ്യും ഡാറ്റാബേസസ് ആക്സസ് ചെയ്യാനായിട്ട്. അപ്പോൾ ആ ഡാറ്റാബേസ് സെർവറിൽ നിന്ന് തന്നെ പ്രോസസ്സ് ചെയ്ത്, അതായത് മൾട്ടിപ്പിൾ ക്ലയന്റ് സെയിം ടൈമിൽ വേണമെന്നുണ്ടെങ്കിൽ സെർവറിലേക്ക് റിക്വസ്റ്റ് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ സെർവറിൽ നിന്ന് റിക്വസ്റ്റ് അനുസരിച്ച് ഡാറ്റാബേസിനെ പ്രോസസ്സ് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് റെസ്പോൺസ് ആയിട്ട് അതേ ക്ലയന്റിലേക്ക് കൊടുക്കും. അപ്പോൾ ത്രൂ എ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ആണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിൽ DBMS സെർവറിലേക്കുള്ള കണക്ഷൻ ഉണ്ടാവും, ഫയൽ സെർവർ ഉണ്ടാവും, അതുപോലെ തന്നെ പ്രിന്റ് സെർവർ, ഏത് സെർവറിലേക്കുള്ള കണക്ഷൻസ് എല്ലാം സെയിം കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിൽ കൂടി ആയിരിക്കും പാസ് ചെയ്യേണ്ടത്. അപ്പം അതാണ് ബേസിക് ക്ലയന്റ് സെർവർ ആർക്കിടെക്ചർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ നമുക്ക് എന്താണ് ഒരു 2 ടയർ ക്ലയന്റ് സെർവർ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു സെയിം തന്നെ ലോജിക്കലി അല്ലെങ്കിൽ ഫിസിക്കലി ഈ രീതിയിലാണ് നമ്മുടെ ക്ലയന്റ് സെർവർ ആർക്കിടെക്ചറിന്റെ ഫിഗർ. അതായത് ക്ലയന്റ് മെഷീൻ, സെർവർ മെഷീൻ. ക്ലയന്റ് മെഷീനിൽ നമ്മൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്ലയന്റ്, ഒരു സെയിം നെറ്റ്വർക്ക് തന്നെ ഡിഫറെന്റ് ക്ലയന്റ് കൊടുത്തിട്ടുണ്ടാവും. അത് വേറൊരു നെറ്റ്വർക്കിലുള്ള സെർവർ മെഷീനിലേക്ക് റിക്വസ്റ്റ് റെസ്പോൺസ് വഴി സെൻഡ് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ ഈ ഫിഗർ നിങ്ങൾ പഠിക്കണം. അതായത് ഈ സെൻട്രലൈസ്ഡ് ഡാറ്റാബേസ് ആർക്കിടെക്ചറിന്റെ ഫിഗർ, അതുപോലെ തന്നെ ബേസിക് ക്ലയന്റ് സെർവർ ആർക്കിടെക്ചർ. അപ്പോൾ എക്സ്പ്ലനേഷൻ ഇത്രയൊക്കെ തന്നെ എഴുതിയാൽ മതിയാവും, എന്താണ് ആർക്കിടെക്ചറിൽ പറയാനുള്ളത് എന്നുള്ളത്.
അപ്പൊ ഇതിനകത്ത് സോഫ്റ്റ്വെയർ കമ്പോണൻസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ ടു സിസ്റ്റംസ്, ക്ലയന്റ് ആൻഡ് സെർവർ. അപ്പോൾ ത്രൂ എ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ആണ് ക്ലയന്റ് മെഷീനിൽ നിന്ന് ഒരു സെർവർ മെഷീനിലേക്ക് റിക്വസ്റ്റ് ആയിട്ട് പോകുന്നത്. അപ്പൊ ഇതും സെയിം അത് തന്നെയാണ്, ക്ലയന്റ് ആൻഡ് സെർവർ ആർക്കിടെക്ചർ തന്നെയാണ്. പക്ഷെ ഇത് വേറൊരു ഡയഗ്രാം, വേറൊരു ഫിസിക്കൽ ടു ടയർ ക്ലയന്റ് സെർവർ ആർക്കിടെക്ചർ ആയിട്ട് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ ഈസ് 3-tier ആർക്കിടെക്ചർ. അപ്പോൾ ഇതിനകത്ത് 3-tier ആർക്കിടെക്ചറിൽ നമ്മൾ ബേസിക് ക്ലയന്റ് സെർവർ ആർക്കിടെക്ചറിനേക്കാളും അഡീഷണലി ഒരു ഇന്റർമീഡിയറ്റ് ലെയർ ക്ലയന്റിനും സെർവറിനും ഇടയ്ക്ക് വയ്ക്കുന്നുണ്ട്. അതാണ് ആപ്ലിക്കേഷൻ സെർവർ ഓർ വെബ് സെർവർ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ബേസിക് ക്ലയന്റ് സെർവർ ആർക്കിടെക്ചറിൽ സെർവർ സൈഡിലാണ് നമ്മുടെ ഡാറ്റാബേസ് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ക്ലയന്റിൽ നിന്ന് ഏതൊക്കെ ക്ലയൻസ് ആണോ ആ ക്ലയന്റിൽ നിന്ന് എല്ലാം റിക്വസ്റ്റ് സെർവറിലേക്ക് വന്ന് സെർവറിൽ അത് പ്രോസസ്സ് ചെയ്തിട്ട് അതിന്റെ റെസ്പോൺസ് ക്ലയന്റിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ അവിടെ ഒരു ബോട്ടിൽനെക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം സെർവർ തന്നെയാണ് ഡാറ്റാബേസ്, സെർവർ തന്നെയാണ് പ്രോസസ്സിങ്. അപ്പം അതിനേക്കാളും കുറച്ചും കൂടെ കൂടി അഡ്വാൻസ്ഡ് ആയിട്ട്, അല്ലെങ്കിൽ അതിന്റെ ആ ബോട്ടിലിനൊക്കെ കുറയ്ക്കാൻ, അതുപോലെ കുറെ എഫിഷ്യൻസി കോംപ്ലക്സിറ്റീസ് ഒക്കെ കുറയ്ക്കാനായിട്ടാണ് നമ്മൾ 3-tier ആർക്കിടെക്ചർ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് ഒരു ഇന്റർമീഡിയറ്റ് ലെയർ ആഡ് ചെയ്തിട്ട് ഇന്റർമീഡിയറ്റ് ലെയറിലാണ് നമ്മുടെ റിക്വസ്റ്റിനെ പ്രോസസ്സ് ചെയ്യുന്നത്. പ്രോസസ്സ് ചെയ്തിട്ട് അതിന്റെ ഔട്ട്പുട്ടാണ് നമ്മൾ സെർവറിലേക്ക് പാസ് ചെയ്തിട്ട് സെർവറിന് ഡാറ്റാബേസ് റെസ്പോൺസ് തിരിച്ച് ആപ്ലിക്കേഷൻ ലെയറിലേക്ക് വന്ന് ക്ലയന്റിന് ഏത് രീതിയിലാണോ ആ ഔട്ട്പുട്ട് കിട്ടേണ്ടത് ആ രീതിയിൽ അതിനെ പ്രോസസ്സ് ചെയ്യുന്ന ലെയറാണ് ഇത് ആപ്ലിക്കേഷൻ സെർവർ ഓർ ബിസിനസ് ലോജിക് ലെയർ എന്ന് പറയും. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ക്ലയന്റ് ടു സെർവർ കമ്മ്യൂണിക്കേഷൻ അല്ല, ക്ലയന്റിനും സെർവറിന്റെ ഇടയ്ക്ക് ഒരു ഇന്റർമീഡിയറ്റ് ലെയർ ആയിട്ട് ഒരു ബിസിനസ് ലോജിക് ലെയർ. അതപ്പം ഇതിനകത്ത് രണ്ട് തരത്തിൽ കാണിച്ചിരിക്കുന്നത് ഓരോരോ ലേയേഴ്സ് ആണ്. ഓക്കെ, ഓരോരോ ലേയേഴ്സും അതിന്റെ കറസ്പോണ്ടിങ് നമ്മൾ യൂസർ യൂസ് ചെയ്യുന്നത് ഒരു ഇന്റർഫേസ് ആണ്. ഇന്റർഫേസിൽ നിന്ന് ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാം വെബ് പേജ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ആപ്പ് യൂസ് ചെയ്യും, നമ്മൾ ആപ്പ് യൂസ് ചെയ്യും. അതിൽ നിന്ന് നമ്മൾ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിലേക്കാണ് റിക്വസ്റ്റ് പോണത്. അതിന്റെ കറസ്പോണ്ടിങ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിലെ ലെയർ ആണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. പ്രസന്റേഷൻ ലെയർ എന്ന് പറഞ്ഞാൽ യൂസർ കാണുന്ന ലെയർ ആണ് പ്രസന്റേഷൻ ലെയർ. പ്രസന്റേഷൻ ലെയറിൽ നിന്ന് ആപ്ലിക്കേഷൻ ഒരു വെബ് പേജസിനെ പ്രോസസ് ചെയ്യുന്ന ലെയർ ആണ് ബിസിനസ് ലോജിക് ലെയർ. അവിടെ നിന്നാണ് ഡാറ്റാബേസ് സർവീസ് ലെയറിലേക്ക് റിക്വസ്റ്റ് പോയി അവിടെ നമുക്ക് ഏത് ഡേറ്റയാണോ വേണ്ടത് അത് പ്രോസസ്സ് ചെയ്യുന്നത് ബിസിനസ് ലോജിക് ലെയറിലാണ്. അവിടെ നിന്ന് റിക്വസ്റ്റ് സെർവറിലേക്ക് ഡാറ്റാബേസിൽ നിന്ന് തിരിച്ച് കിട്ടേണ്ട ഡേറ്റ കിട്ടി അത് വീണ്ടും ബിസിനസ് ലോജിക് ലെയറിൽ വന്ന് അതിനെ യൂസറിന് ഏത് രീതിയിലാണ് പ്രസന്റ് ചെയ്യണം ആ രീതിയിലേക്ക് കൺവേർട്ട് ചെയ്ത് പ്രസന്റേഷൻ ലെയറിലേക്ക് സെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ബേസിക് ക്ലയന്റ് സെർവർ ആർക്കിടെക്ചറിനേക്കാളും കുറച്ചും കൂടെ സെർവറിന്റെ എഫിഷ്യൻസിയും ബോട്ടിൽനെക്കും കുറയും. കാരണം പ്രോസസ്സിംഗ് എല്ലാം നടക്കുന്നത് ബിസിനസ് ലെയറിലായിരിക്കും. നമുക്ക് ഡാറ്റാബേസ് സെർവറിൽ തന്നെയല്ല എല്ലാ പ്രോസസ്സിങ്ങും ഉള്ളത്. അപ്പൊ അതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. അപ്പോൾ അതാണ് 3-tier ആർക്കിടെക്ചർ. അപ്പം ക്ലയന്റ് സെർവർ ആർക്കിടെക്ചറും 3-tier ആർക്കിടെക്ചറും തമ്മിലുള്ള ഡിഫറൻസ് ഓർത്തിരിക്കുക. ഒരു ഇന്റർമീഡിയറ്റ് ലെയർ നമ്മൾ ക്ലയന്റിനും സെർവറിനും ഇടയ്ക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ആ ലെയർ ആണ് ഒന്നുകിൽ ആപ്ലിക്കേഷൻ ലെയർ സെർവർ എന്ന് പറയും, അല്ലെങ്കിൽ ബിസിനസ് ലോജിക് ലെയർ എന്ന് പറയാം. ഇനി അപ്പൊ ഇത്രയാണ് നമ്മുടെ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ഇൻട്രൊഡക്ഷൻ. ഫസ്റ്റ് മൊഡ്യൂളിന്റെ ഇൻട്രൊഡക്ടറി പാർട്ട് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു പാർട്ടിലാണ് നമ്മൾ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം അതിന്റെ ഡിഫറെന്റ് സെനാരിയോ, അതായത് അത് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് നമുക്കിനി പോകേണ്ടതെന്നുള്ളൊരു ഇൻട്രൊഡക്ഷൻ നമുക്ക് കഴിഞ്ഞു ഡാറ്റാബേസിനെ കുറിച്ചുള്ളത്. ഇനി അടുത്ത സെക്ഷൻ ഡാറ്റാബേസ് മോഡലിംഗ് യൂസിങ് എൻറ്റിറ്റി റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ മോഡൽ എന്ന് പറഞ്ഞൊരു പുതിയ മോഡലിലേക്ക് നമ്മൾ കിടക്കുവാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ എന്താണ് 3 സ്കീമ ആർക്കിടെക്ചർ ഡിഫൈൻ ചെയ്തപ്പം 3 ലെവൽസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? 3 ലെവൽസ് ഉണ്ട്. എക്സ്റ്റേണൽ ലെവൽ, കോൺസെപ്റ്റൽ ലെവൽ, ഇന്റേണൽ ലെവൽ, 3 ലെവൽസ് ഉണ്ട്. അപ്പൊ ഇന്റേണൽ ലെവലിൽ എപ്പോഴും നമ്മുടെ ഡാറ്റാബേസിന്റെ സ്റ്റോറേജ്, അതിന്റെ ഇൻഡെക്സിങ്, ആക്സസിങ് ഇതെല്ലാമാണ് നമ്മൾ ഫിസിക്കൽ ലെവൽ അല്ലെങ്കിൽ ഇന്റേണൽ ലെവലിൽ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. കോൺസെപ്റ്റൽ ലെവലിൽ എന്താണ്? അതിന്റെ ലോജിക്കൽ ഡിസൈൻ ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് ആ ഡാറ്റാബേസിന്റെ ഒരു എന്താണ് ഡാറ്റാബേസിന്റെ സ്ട്രക്ചറിന്റെ ഒരു ഓവർവ്യൂ ആണ് നമ്മൾ കോൺസെപ്റ്റൽ ലെവലിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഡിഫറെന്റ് മോഡൽസ് നമുക്ക് ഡാറ്റാബേസിൽ അവൈലബിൾ ആണ്. എന്താണ് മോഡൽ അല്ലെങ്കിൽ റിലേഷണൽ മോഡൽ, ഹൈറാർക്കിക്കൽ മോഡൽ, നെറ്റ്വർക്ക് മോഡൽ എന്നൊക്കെ പറഞ്ഞ. അപ്പോൾ ഓരോ മോഡലും ഓരോരോ സ്കീമേനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്.
അപ്പൊ നമ്മുടെ കോൺസെപ്റ്റൽ സ്കീമ അല്ലെങ്കിൽ ലോജിക്കൽ ലെവലിനെ ഡിഫൈൻ ചെയ്യാനായിട്ടുള്ള ഒരു മോഡലാണ് എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡൽ. ഈ ഒരു മോഡലിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഡേറ്റാ ബേസിന്റെ ഒരു കോൺസെപ്റ്റൽ വ്യൂ നമുക്ക് കിട്ടുവാണ്. അതായത് നമ്മളിപ്പോ ഒരു നമ്മൾ എന്ത് കാര്യവും നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് അതിന്റെ സ്ട്രക്ചർ എന്താണെന്ന് അറിഞ്ഞിട്ടാണ് നമ്മൾ അതിന്റെ മേളിലേക്ക് അതിനകത്ത് കുറച്ചും കൂടി, ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഒരു കോളേജിന്റെ ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യണം. അപ്പൊ അതിനകത്തേക്കുള്ള ആദ്യമേ തന്നെ വെബ്സൈറ്റ് അങ്ങ് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് തുടങ്ങുമല്ല, ആ വെബ്സൈറ്റിലേക്ക് എന്തൊക്കെയാണ് ഡേറ്റ വേണ്ടതെന്നുള്ളൊരു പ്ലാനിങ് അല്ലെങ്കിൽ അതിന്റെ റിക്വയർമെന്റ്സ് ഫസ്റ്റ് നമ്മൾ കളക്ട് ചെയ്യണം. എന്നിട്ടാണ് നമ്മൾ ഫർദർ അടുത്ത അതിന്റെ ഡിസൈനിങ്ങിലേക്ക് പോണത്. ഫോർ എക്സാമ്പിൾ ചുമ്മാ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വീട് വെക്കണം എന്നുണ്ടെങ്കിൽ വെറുതെ വന്നിട്ട് 2-3 മുറികളും കിച്ചണൊക്കെ ആയിട്ടുള്ള വീട് പണിയാനുള്ള ഒരു ഇതിലേക്കല്ല നമ്മൾ പോണത്. അത് വെറുതെ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ കുറെ മുറികളും ഒരു കിച്ചണൊക്കെ ആയിട്ട് പണിത് തുടങ്ങിയിട്ട് പിന്നെ നമ്മൾ അതിന്റെ റിക്വയർമെന്റ് ചേഞ്ച് ചെയ്യല്ല. ഫസ്റ്റ് തന്നെ നമ്മൾ അതിന്റെ എന്താണ് ഒരു വീട് വെക്കാനുള്ള റിക്വയർമെന്റ്സ് കളക്ട് ചെയ്ത്, അതായത് കസ്റ്റമറും എഞ്ചിനീയേഴ്സ് ഒക്കെ തമ്മിൽ സംസാരിച്ച് അതിന്റെ ഒരു കോൺസെപ്റ്റ് ഒരു മോഡൽ അവിടെ ക്രിയേറ്റ് ചെയ്യും. ആ മോഡല് രണ്ട് കസ്റ്റമറിന് സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ മാത്രമാണ് പിന്നെ നമ്മൾ അതിന്റെ പണി മുകളിലേക്ക് തുടങ്ങുള്ളൂ. അല്ലാതെ കുറെ ബേസ് ഇട്ട് കുറെ കിച്ചൺ അതൊക്കെ പണിതിട്ട് പിന്നെയല്ല അതിന്റെ ഡിസൈനിങ് ഒക്കെ മാറ്റുന്നത്. ബേസ് ലെവലിൽ നിന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ റിക്വയർമെന്റ്സ് അനുസരിച്ച് നമ്മൾ അതിനെ മോഡൽ ചെയ്യണം. സിമിലർലി നമ്മുടെ ഡാറ്റാബേസ് ഡിസൈൻ ചെയ്യാനും ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് വേണം. അതായത് കോൺസെപ്റ്റുവൽ ഡാറ്റ മോഡൽ നമ്മളവിടെ ചെയ്തിരിക്കണം. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ റിക്വയർമെന്റ്സ് ഏതൊക്കെയാണെന്ന് കളക്ട് ചെയ്ത് അതിനനുസരിച്ചുള്ള ഒരു സ്ട്രക്ചർ നമ്മൾ അവിടെ ഫോം ചെയ്യണം. അതാണ് നമ്മുടെ കോൺസെപ്റ്റുവൽ ഡാറ്റ മോഡൽ. അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കൽ മെത്തേഡാണ് എന്ത്, ER മോഡൽ അല്ലെങ്കിൽ ER ഡയഗ്രാം എന്ന് പറഞ്ഞാൽ. ആക്ച്വലി ഇത് CR ഡയഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ ER മോഡൽ എന്ന് പറഞ്ഞാൽ ഒരു പിക്ചോറിയൽ റെപ്രസെന്റേഷനാണ്. അതായത് ആ ഡാറ്റാബേസിന്റെ സ്ട്രക്ചർ ഒരു പിക്ചർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ അതിനകത്ത് ഏതൊക്കെയാ ഡേറ്റ എന്നുള്ളതില്ല, പക്ഷെ എന്തൊക്കെ ഡേറ്റകളാണ് അവിടെ കളക്ട് ചെയ്യേണ്ടത്, അതായത് ഏതാണ് ഡേറ്റ എന്ന് അവിടെ പറയുന്നില്ല. ഓരോ അതിന്റെ ആ ഒരു ഡാറ്റാബേസിൽ എന്തൊക്കെ കളക്ട് ചെയ്ത് വെക്കണം അല്ലെങ്കിൽ ഏതൊക്കെയാണ് അതിന്റെ എൻറ്റിറ്റീസ് എന്നുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ റിക്വയർമെന്റ്സ് കളക്ട് ചെയ്യുന്നതിന്റെ ഒപ്പം സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ദിസ് മെത്തേഡ് ഇസ് നോട്ട് എ ടെക്നിക്കൽ മെത്തേഡ്, ഇറ്റ് ഈസ് എ പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ആണ് ER ഡയഗ്രം എന്ന് പറഞ്ഞാൽ. നമ്മുടെ ഡാറ്റാ ബേസിന്റെ ഒരു കോൺസെപ്റ്റുവൽ ഡിസൈനിങ് ആണ് നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യണത്. അപ്പൊ ഇതിനകത്ത് ആക്ച്വലി നമ്മുടെ ഡാറ്റാ ബേസിന്റെ കുറെ എൻറ്റിറ്റീസിനെ നമ്മൾ കളക്ട് ചെയ്യും. ഓരോ എൻറ്റിറ്റീസിനും കുറെ പ്രോപ്പർട്ടീസും ഉണ്ടാവും. ഓരോ പ്രോപ്പർട്ടീസും അല്ലെങ്കിൽ ഓരോ എൻറ്റിറ്റീസും നമ്മൾ കുറെ റിലേഷൻഷിപ്പും എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഡിഫൈൻ ചെയ്ത് വെക്കും ER ഡയഗ്രത്തിൽ. അതെല്ലാം ആ ഡിഫൈൻ ചെയ്ത് വെക്കുന്നത് ഒരു ഡയഗ്രാം ആയിട്ടാണ് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് കുറച്ചും കൂടെ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താന്നുള്ളത്. അപ്പം ER ഡയഗ്രാം കോൺസെപ്റ്റുവൽ ഡാറ്റ മോഡലിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഓക്കെ, അതായത് നമ്മുടെ ഡാറ്റാബേസിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ഡാറ്റാബേസിന്റെ ഡിസൈനിന്റെ ഒരു കോൺസെപ്റ്റുവൽ ഡിസൈൻ, അതായത് ഇന്നതൊക്കെ വേണം നമ്മുടെ ഡാറ്റാബേസിൽ, ഇന്ന ഡേറ്റകളാണ് നമുക്ക് കളക്ട് ചെയ്യേണ്ടത്. അല്ലാതെ ഫുൾ ഡേറ്റകളെ കളക്ട് ചെയ്തിട്ട് ഡിസൈൻ ചെയ്യുകയല്ല. എന്തൊക്കെ ഡേറ്റകളാണ് വേണ്ടതെന്ന് ഫസ്റ്റ് ഓഫ് ഓൾ റിക്വയർമെന്റ് അനുസരിച്ച് നമ്മൾ അതിനെ ഡിസൈൻ ചെയ്ത് അതിനൊരു ഒരു ഡയഗ്രാം ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. അപ്പം ഡാറ്റാബേസ് ഡിസൈനറിന് നമ്മളിപ്പോൾ കോളേജിന്റെ ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഈ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ ഡാറ്റാബേസ് ഡിസൈനർ എന്ത് ചെയ്യും, ഇന്ന കാര്യങ്ങളാണ് നമ്മൾ സ്ട്രക്ചർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുള്ളത് അതിന്റെ പ്രിൻസിപ്പളോ അല്ലെങ്കിൽ ഫാക്കൾട്ടീസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ അതൊരു പിക്ചോറിയൽ റെപ്രസെന്റേഷനിൽ കാണിക്കുമ്പോൾ മറ്റേ ആൾക്കും എന്താണ്, അതർ സൈഡിലുള്ള ആൾക്കും എന്താണ്, ഈസിലി അത് മനസ്സിലാവും എന്താണ് അതിന്റെ സ്ട്രക്ചർ എന്നുള്ളത്. അപ്പൊ അതനുസരിച്ച് പിക്ചോറിയൽ റെപ്രസെന്റേഷൻ വഴി അതാണല്ലോ ഏറ്റവും എളുപ്പം മനസ്സിലാക്കാനുള്ള ഒരു മെത്തേഡ്. അപ്പൊ അത് വെച്ചിട്ട് എന്താണ് റിക്വയർമെന്റ്സ് റിക്വയർമെന്റ് വെച്ചിട്ട് സ്ട്രക്ചർ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞ് ആ റിക്വയർമെന്റ്സ് ഓക്കെ ആണെന്നുണ്ടെങ്കിലാണ് നമ്മൾ വീണ്ടും പിന്നെ അതിനകത്തേക്ക് ഡാറ്റനെ പോപ്പുലേറ്റ് ചെയ്യുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ കോൺസെപ്റ്റുവൽ ഡാറ്റ മോഡൽ യൂസ് ചെയ്യുന്ന ഒരു ഡയഗ്രാമാണ് ER ഡയഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ER ഡയഗ്രത്തിൽ ആ ഒരു പേരിൽ നിന്ന് തന്നെ അറിയാം എൻറ്റിറ്റി റിലേഷൻഷിപ്പ് ഡയഗ്രാം ആണ്. അപ്പോൾ ഡിഫറെന്റ് എൻറ്റിറ്റീസ് ഉണ്ട് ഡാറ്റാബേസിലേക്ക് നമുക്ക് കളക്ട് ചെയ്യുന്ന ഡിഫറെന്റ് എൻറ്റിറ്റീസും അതിന്റെ റിലേഷൻഷിപ്പും കാണിക്കുന്ന ഒരു പിക്ചോറിയൽ റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആണ് ER ഡയഗ്രാം എന്നുകൊണ്ട് പറയണത്. അപ്പൊ ഇതിനകത്ത് ഈ ഒരു ഡാറ്റാബേസ് ഡിസൈൻ ചെയ്യാനുള്ള കുറെ സ്റ്റെപ്സ്
പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ഇതൊന്ന് നോക്കാം, എങ്ങനെയാണ് ഒരു ഡാറ്റാബേസ് ഡിസൈൻ ചെയ്യേണ്ടതെന്ന് അറിയണമല്ലോ. അപ്പൊ ഇതിനകത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞ ഒരു മിനി വേൾഡ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ കോളേജ് എന്ന് പറയുന്നത് നമ്മുടെ കോളേജിന്റെ ഡാറ്റാബേസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ കോളേജ് എന്ന് പറയുന്നത് അവിടുത്തെ ഒരു മിനി വേൾഡ് ആണ്. അതിൽ നിന്ന് റിക്വയർമെന്റ് കളക്ഷൻ ആൻഡ് അനാലിസിസ് കളക്ട് ചെയ്യും. റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് അവിടെ നിന്ന് കളക്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, അതിന്റെ ഒരു കോൺസെപ്റ്റുവൽ ഡിസൈൻ നമ്മൾ ഡെവലപ്പ് ചെയ്യും. കോൺസെപ്റ്റുവൽ ഡിസൈൻ എന്ന് പറഞ്ഞാൽ അതിന്റെ എന്താണ്, അതിന്റെ സ്ട്രക്ചർ എന്താണെന്നുള്ളത് ഫസ്റ്റ് ഡിസൈൻ ചെയ്യും. അത് സ്ട്രക്ചർ ഡിസൈൻ ചെയ്ത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നെ എന്താണ് ലോജിക്കൽ ഡിസൈൻ, അതായത് അത് ഒരു എന്താണ് കോൺസെപ്റ്റൽ മോഡലിൽ നിന്ന് അതിന്റെ ഒറിജിനൽ ഫോമിലേക്ക് നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്യും. പിന്നെ അതിന്റെ ഫിസിക്കൽ ഡിസൈൻ, പിന്നെ അതിനകത്തേക്ക് ഡേറ്റാസ് ഒക്കെ പോപ്പുലേറ്റ് ചെയ്യുന്നു. പിന്നെ എന്താണ് ലാസ്റ്റ് ട്രാൻസാക്ഷൻ ഇംപ്ലിമെന്റേഷൻ, ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഡിസൈൻ. അപ്പോൾ അങ്ങനെ കുറേ സ്റ്റെപ്സ് ഉണ്ട്. അപ്പൊ ജസ്റ്റ് ഇത് എന്താ ഡയഗ്രം എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഒരു ഡേറ്റാബേസിനെ ഡിസൈൻ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഒരു ഡേറ്റാബേസിനെ നമുക്ക് എങ്ങനെ ഫൈനൽ സ്റ്റേജിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളതിന്റെ ഒരു പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ആണ് കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ റിക്വയർമെന്റ് കളക്ഷൻ ആൻഡ് അനാലിസിസ്, പിന്നെ അതിന്റെ കോൺസെപ്റ്റുവൽ ഡിസൈൻ ചെയ്യുക, പിന്നെ അതിന്റെ ലോജിക്കൽ ഡിസൈൻ ചെയ്യുക, പിന്നെ അതിന്റെ ഫിസിക്കൽ ഡിസൈൻ ചെയ്യുക. ഫിസിക്കൽ ഡിസൈൻ കിട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഡാറ്റാബേസിന്റെ ഇന്റേണൽ സ്ട്രക്ചർ വരെ നമ്മൾ അവിടെ കഴിഞ്ഞു. ദെൻ അവിടെ നിന്നാണ് ട്രാൻസാക്ഷൻ ഇംപ്ലിമെന്റേഷൻ. അതായത് ഡാറ്റാബേസ് ആയി കഴിഞ്ഞാൽ അതിനകത്ത് കുറെ ട്രാൻസാക്ഷൻസ് ഉണ്ടാവും, അതിനെ ഇംപ്ലിമെന്റ് ചെയ്യണം. പിന്നെ ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഡിസൈൻ ചെയ്യണം, അത് ഫങ്ഷണലി അനാലിസിസ് ചെയ്യണം. അപ്പൊ ഇത് ജസ്റ്റ് എന്താന്നുള്ളത് നോക്കിയാൽ മതി, പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. എങ്ങനെയാണ് ഒരു ഡാറ്റാബേസിന്റെ ഡിസൈൻ, നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു സോഫ്റ്റ് പ്രോജക്റ്റ് ഡെവലപ്മെന്റ് എല്ലാത്തിനും കുറെ ഫേസസ് ഉണ്ടല്ലോ, സിമിലർലി അതിന്റെ ഡിഫറെന്റ് ഫേസസ് ആണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി എന്താണ് മോഡൽ അല്ലെങ്കിൽ ഡയഗ്രത്തിൽ എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എൻറ്റിറ്റി. ഡയഗ്രാം എന്ന് പറഞ്ഞ ആ ഒരു മോഡലിലെ ഫസ്റ്റ് ടേം, കുറെ ടേംസ് നമുക്ക് ഇതിനകത്ത് ഡിഫൈൻ ചെയ്യാനുണ്ട്. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് എൻറ്റിറ്റി. ഇപ്പൊ എൻറ്റിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡയഗ്രത്തിൽ പറയുന്നത് റിയൽ തിങ്, അതായത് നമുക്ക് നമ്മുടെ പ്രോബ്ലത്തിൽ നമുക്ക് ഏതിനെയൊക്കെയാണോ ഒരു ഒരു റിയൽ വേൾഡ് എക്സിസ്റ്റൻസ് ഉള്ള ഒരു തിങ് ആയിട്ട് നമുക്ക് ഏതിനൊക്കെയാണ് തോന്നുന്നത്, അതെല്ലാം എന്താണ് ഓരോ എൻറ്റിറ്റീസ് ആണ്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു കോളേജ് ഡേറ്റാബേസ് അല്ലെങ്കിൽ ഒരു കോളേജ് മിനി വേൾഡ് എടുത്താൽ അതിനകത്ത് ഏതിനൊക്കെ നമുക്ക് ഒരു തിങ് ഇൻ റിയൽ വേൾഡ് വിത്ത് എക്സിസ്റ്റൻസ് ഉള്ള ഒരു തിങ് ആയിട്ട് നമുക്ക് ഏതിനൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുമോ അതെല്ലാം എന്താണ് ഓരോ എൻറ്റിറ്റീസ് ആണ്. അപ്പം ഈ റിയൽ വേൾഡ് വിത്ത് എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അത് ഫിസിക്കലി എക്സിസ്റ്റൻസ് ആവാം, അല്ലെങ്കിൽ ലോജിക്കൽ കോൺസെപ്റ്റും ആവും. അപ്പോൾ കോളേജ് എന്ന് പറഞ്ഞ ആ ഒരു ഡാറ്റാബേസിൽ ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉള്ളത് എന്തൊക്കെയാണ് എൻറ്റിറ്റീസ് ആയിട്ട് വരുന്നത്, സ്റ്റുഡൻസ്, ഫാക്കൽറ്റീസ്, മാനേജ്മെന്റ്, ഇതൊക്കെ ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉള്ളതാണ്. ലോജിക്കൽ എക്സിസ്റ്റൻസ് ഉള്ള കാര്യങ്ങൾ കോളേജിൽ വരുന്നത് ഏതാണ്, കോഴ്സ്, റിസൾട്ട്, അങ്ങനെ കുറെ ഫെസിലിറ്റീസ്, ഇതെല്ലാം എന്താണ് ലോജിക്കൽ എക്സിസ്റ്റൻസ് ആണ്. അപ്പോൾ നമ്മുടെ ഒരു പ്രോബ്ലം ഡെഫിനിഷനിൽ ഫിസിക്കൽ ആൻഡ് ലോജിക്കൽ എക്സിസ്റ്റൻസ് ഉള്ള എല്ലാ കാര്യങ്ങളും എന്താണ് റിയൽ വേൾഡിൽ, ആ ഒരു റിയൽ വേൾഡ് എന്ന് പറഞ്ഞാൽ കോളേജ് എന്നുള്ള മിനി വേൾഡിൽ ഏതൊക്കെയാണോ ഫിസിക്കൽ എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ ലോജിക്കൽ എക്സിസ്റ്റൻസ് ഉള്ള കാര്യങ്ങൾ അതെല്ലാം ഓരോ എൻറ്റിറ്റീസ് ആണ്. ഓക്കെ, അപ്പൊ ഓരോ എൻറ്റിറ്റീസിന് എന്താണ് കുറെ പ്രോപ്പർട്ടീസ് ഉണ്ടാവും. ഇപ്പൊ ഡയഗ്രത്തിൽ എൻറ്റിറ്റി റിലേഷൻഷിപ്പ് ഡയഗ്രം ആണ്, അല്ലെങ്കിൽ എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡലില് എൻറ്റിറ്റീസ് എന്താന്നുള്ളത് നമ്മൾ തന്നെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. ഒന്നുകിൽ ആ ഒരു പ്രോബ്ലത്തിൽ ഫിസിക്കലി ഒരു ലോജിക്കൽ എക്സിസ്റ്റൻസ് ഉള്ള എല്ലാ കാര്യങ്ങളും എൻറ്റിറ്റീസ് ആയിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓരോ എൻറ്റിറ്റീസിനും എന്താണ് അതിൻ്റെതായ കുറച്ച് പ്രോപ്പർട്ടീസും കാണും. അങ്ങനെ പ്രോപ്പർട്ടീസ് ഉള്ള കുറച്ച് റിയൽ തിങ്സ് ആണ് എൻറ്റിറ്റീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. സ്റ്റുഡന്റ് എന്ന് പറയുന്നത് എൻറ്റിറ്റിയാണ്. ആ എൻറ്റിറ്റി അല്ലെങ്കിൽ ഒരു എൻറ്റിറ്റി ടൈപ്പ് എന്ന് പറയാം, അതായത് എൻറ്റിറ്റി ടൈപ്പ് ആണ് സ്റ്റുഡന്റ്. അതിന്റെ ആട്രിബ്യൂട്ട്സ് ആണ് എന്തൊക്കെ, ഒരു സ്റ്റുഡന്റ് എന്നുള്ള ഒരു എൻറ്റിറ്റി ടൈപ്പ് നമ്മൾ കൺസിഡർ ചെയ്താൽ അതിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, ആ സ്റ്റുഡന്റിന്റെ നെയിം, ഏജ്, ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ ID, ഇതെല്ലാം എന്താണ് ആ സ്റ്റുഡന്റ് എൻറ്റിറ്റി ടൈപ്പിന്റെ പ്രോപ്പർട്ടീസ് ആണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എൻറ്റിറ്റി ടൈപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, സ്റ്റുഡന്റ് എന്ന് പറയുന്നത് എൻറ്റിറ്റി ടൈപ്പ് ആണ്. ആ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ എൻറ്റിറ്റി ടൈപ്പിൽ കുറേ സ്റ്റുഡന്റ് എൻറ്റിറ്റീസ് ഉണ്ടാവും. അതായത് റോൾ നമ്പർ 1 ഉള്ള ഒരു സ്റ്റുഡന്റ് ഉണ്ടാവും, റോൾ നമ്പർ 2 എന്ന് പറഞ്ഞ സ്റ്റുഡന്റ് ഉണ്ടാവും. അങ്ങനെ കുറേ എൻറ്റിറ്റീസിന്റെ സെയിം ആട്രിബ്യൂട്ട്സ് ഉള്ള കുറേ എൻറ്റിറ്റീസിന്റെ കളക്ഷൻ ആണ് എൻറ്റിറ്റി ടൈപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ എൻറ്റിറ്റി ടൈപ്പില് ഒരു ക്ലാസ്സിലെ
ഇപ്പോൾ 61 സ്റ്റുഡൻസ് ഉള്ള ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ 61 സ്റ്റുഡൻസിൻ്റെയും ഇൻഫർമേഷൻ്റെ കളക്ഷനാണ് സ്റ്റുഡൻറ് എൻറ്റിറ്റി ടൈപ്പ്. അപ്പോൾ ഇത് എന്താണെന്നുള്ളത് ശരിക്കും മനസ്സിലാക്കി എടുക്കണം. എൻറ്റിറ്റി ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? കളക്ഷൻ ഓഫ് എൻറ്റിറ്റി ഹാവിങ് സിമിലർ ആട്രിബ്യൂട്ട്സ്. അപ്പോൾ ഇതിനകത്ത് നെയിം, ഏജ്, റോൾ നമ്പർ, അതാണ് 3 ആട്രിബ്യൂട്ട്സ്. സ്റ്റുഡൻറ് എൻറ്റിറ്റി ടൈപ്പിന്റെ 3 ആട്രിബ്യൂട്ട്സ് എന്താണ്? നെയിം, ഏജ്, റോൾ നമ്പർ. അപ്പോൾ ഈ ആട്രിബ്യൂട്ട്സ് ഉള്ള കുറേ എൻറ്റിറ്റീസിന്റെ കളക്ഷനാണ് സ്റ്റുഡൻറ് എന്ന് പറഞ്ഞ എൻറ്റിറ്റി ടൈപ്പ്. ഓക്കെ, അപ്പം നമ്മൾ ഡയഗ്രാം നമ്മൾ പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഡാറ്റാബേസിന്റെ സ്ട്രക്ചറിൽ എൻറ്റിറ്റി നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത് യൂസിങ് റെക്റ്റാങ്കിൾ വെച്ചിട്ടാണ്. റെക്റ്റാങ്കിൾ വെച്ചിട്ടാണ് നമ്മൾ ഡയഗ്രത്തിൽ എൻറ്റിറ്റീനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എൻറ്റിറ്റി സെറ്റ്. അപ്പൊ ഞാൻ ആദ്യമേ തന്നെ ഈ ഒരു ഫിഗർ കാണിച്ചത് നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാകും എന്താണ് എൻറ്റിറ്റി ടൈപ്പ്, എൻറ്റിറ്റി സെറ്റ്. ഈ ഫിഗർ നോക്കാം, ഈ ഒരു ടേബിള്. ഈ ഒരു ടേബിളിൽ സ്റ്റുഡന്റ് എന്ന് പറയുന്നത് നമുക്ക് ടേബിൾ, ഡയഗ്രത്തിൽ നമ്മൾ ഡേറ്റയെ പറ്റി പറയുന്നില്ല കേട്ടോ. ഡേറ്റാബേസിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണുള്ളൂ. പക്ഷെ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്താണ് എൻറ്റിറ്റി ടൈപ്പ്, എന്താണ് എൻറ്റിറ്റീസ്, എന്താണ് എൻറ്റിറ്റി സെറ്റ്, അതിനെ പറയാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഡയഗ്രാം, ഒരു ടേബിൾ പോലെ കാണിച്ചിരിക്കുകയാണ്. അപ്പൊ ഇതിനകത്ത് സ്റ്റുഡന്റ് എന്ന് പറയുന്നത് എൻറ്റിറ്റി ടൈപ്പ് ആണ്. സ്റ്റുഡന്റ് എന്നുള്ള എൻറ്റിറ്റി ടൈപ്പിന്റെ ആട്രിബ്യൂട്ട്സ് ആണ് റോൾ നമ്പർ, സ്റ്റുഡന്റ് നെയിം, ഏജ്, മൊബൈൽ നമ്പർ. ഈ 4 ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ഈ സെയിം ആട്രിബ്യൂട്ടുള്ള 4 എൻറ്റിറ്റീസിനെ നമ്മൾ ആ എൻറ്റിറ്റിയിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. റോൾ നമ്പർ 1 ഉള്ള ഒരു സ്റ്റുഡന്റ് ഉണ്ട്, റോൾ നമ്പർ 2 ഉണ്ട്, റോൾ നമ്പർ 3 ഉണ്ട്, റോൾ നമ്പർ 4. അതായത് 4 എൻറ്റിറ്റീസ് സ്റ്റുഡന്റ് എന്നുള്ള എൻറ്റിറ്റി ടൈപ്പിന്റെ കീഴിൽ നമ്മൾ വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ 4 എൻറ്റിറ്റീസിനും സെയിം ആട്രിബ്യൂട്ട്സ് ആണ്. ആ സെയിം ആട്രിബ്യൂട്ട്സ് ഉള്ള 4 എൻറ്റിറ്റീസിന്റെ പേരാണെന്ത്? സ്റ്റുഡന്റ് എൻറ്റിറ്റി ടൈപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഫോർ ഇൻസ്റ്റൻസ് E1 എന്നുള്ള റോൾ നമ്പർ 2 എന്ന് പറഞ്ഞ എൻറ്റിറ്റിയും റോൾ നമ്പർ 4 എന്നുള്ള എൻറ്റിറ്റിയും അത് രണ്ടും കൂടുമ്പോൾ എന്തായി? എൻറ്റിറ്റി സെറ്റ് ആയി. അല്ലെങ്കിൽ റോൾ നമ്പർ 1ന്റെ ആൾക്കാരും റോൾ നമ്പർ 2ന്റെ, റോൾ നമ്പർ 3 അല്ല റോൾ നമ്പർ 4, ഈ 4 എൻറ്റിറ്റീസിന്റെ ഈ 4 റോ അല്ലെങ്കിൽ 4 എൻറ്റിറ്റീസിന്റെ കളക്ഷനാണ് എന്ത്? എൻറ്റിറ്റി സെറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് എൻറ്റിറ്റി സെറ്റ്. ഓക്കെ, അപ്പം ഇതാണ് പറയണത്. അപ്പോൾ ഇതിനകത്ത് മെയിൻലി നോക്കേണ്ട കാര്യം എന്താണ് എൻറ്റിറ്റി ടൈപ്പ്, എൻറ്റിറ്റീസ് ഏതൊക്കെയാണ്, എൻറ്റിറ്റി സെറ്റ് ഏതാണ്. അപ്പോൾ ഇതിനകത്ത് E1 എന്നുള്ള എൻറ്റിറ്റി ഉണ്ട്, E2 ഉണ്ട്, ഇനി മേളിലത്തെ ഉള്ളതിന് നമുക്ക് E3 എന്ന് കൊടുക്കാം, മൂന്നാമത്തെ റോയ്ക്ക് നമുക്ക് E4 എന്ന് കൊടുക്കാം. അപ്പൊ E1, E2, E3, E4 കൂടുന്നത് എന്താണ്? എൻറ്റിറ്റി സെറ്റായി. ഈ എൻറ്റിറ്റി സെറ്റിന്റെ കളക്ഷൻ ആണ് എന്ത്? എൻറ്റിറ്റി ടൈപ്പ്. അല്ലെങ്കിൽ എൻറ്റിറ്റി സെറ്റായി, ആ എൻറ്റിറ്റി സെറ്റിൽ കുറെ എൻറ്റിറ്റീസ് ഉണ്ട്, ഇതിന്റെയൊക്കെ കൂടെ കളക്ഷൻ ആണ് എന്ത്? എൻറ്റിറ്റി ടൈപ്പ് എന്ന് പറഞ്ഞ സ്റ്റുഡന്റ്. അപ്പൊ നിങ്ങൾക്ക് ഓക്കെ കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ എൻറ്റിറ്റീസിനെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ പ്രോബ്ലം ഡെഫിനിഷൻ അല്ലെങ്കിൽ നമ്മുടെ റിക്വയർമെന്റിലുള്ള റിയൽ തിങ്, അതിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉള്ള ഒരു റിയൽ തിങ്ങിനെ നമുക്ക് എന്താക്കി എടുക്കാം? എൻറ്റിറ്റി ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, ഇനി നമ്മളിപ്പോ എൻറ്റിറ്റി പറഞ്ഞു, ആട്രിബ്യൂട്ട്സ് എന്താന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഡയഗ്രം വരയ്ക്കുമ്പോൾ നമുക്ക് ഡയഗ്രം വരയ്ക്കാനുണ്ട്, ലാബിലും ചെയ്യാനുണ്ട്, തിയറിക്കും ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് ഒരു ഡയഗ്രം വരയ്ക്കാനായിരിക്കും ചോദിക്കുന്നത്. നമുക്കൊരു സെനാരിയോ തരും, ഒരു ഹോസ്പിറ്റൽ സെനാരിയോ അല്ലെങ്കിൽ കോളേജ്, യൂണിവേഴ്സിറ്റി, അങ്ങനെ ഒരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ അതിന്റെ ഡയഗ്രം വരയ്ക്കണം. അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് എൻറ്റിറ്റീസ് ഏതൊക്കെയാന്നുള്ളത് നമ്മൾ ആ പ്രോബ്ലം നോക്കിയിട്ട് ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ എൻറ്റിറ്റീസ് എല്ലാം നമ്മൾ എന്തിൽ വരയ്ക്കുക? ഡയഗ്രം വരയ്ക്കുമ്പോൾ റെക്റ്റാങ്കിളിൽ വരയ്ക്കാം. അപ്പൊ ഈ ഒരു ഫിഗർ നോക്കാം. ഈ ഒരു ഫിഗറിൽ നമ്മൾ ഒരു എൻറ്റിറ്റി, കോളേജ് ഡാറ്റാബേസിലാണെന്നുണ്ടെങ്കിൽ ഒരു എൻറ്റിറ്റീനെ ഐഡന്റിഫൈ ചെയ്തു, സ്റ്റുഡന്റ്. അപ്പൊ സ്റ്റുഡന്റ് നമ്മൾ റെക്റ്റാങ്കിളിൽ വരച്ചു. അതിന് 3 പ്രോപ്പർട്ടീസിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. അതിന് 3നെ നമുക്ക് ആട്രിബ്യൂട്ട്സ് എന്ന് പറയാം. അതിനെ റെപ്രസെന്റ് ചെയ്യാനുള്ള സിമ്പലാണ് ഓവൽ ഷേപ്പ്. അപ്പൊ ഏത് എൻറ്റിറ്റി എടുത്താലും അതിന്റെ ആട്രിബ്യൂട്ട്സിനെ നമ്മൾ എന്താക്കി റെപ്രസെന്റ് ചെയ്യും? ഓവൽ ഷേപ്പിൽ റെപ്രസെന്റ് ചെയ്തു. സ്റ്റുഡന്റ് നമ്പർ, സ്റ്റുഡന്റ് നെയിം, മേജർ, ഈ 3 ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ആ 3 ആട്രിബ്യൂട്ട്സും ഇതുപോലെ നമ്മൾ വരച്ചു വയ്ക്കാം ഡയഗ്രത്തിൽ. ഓക്കെ, ഇതിനകത്ത് ആട്രിബ്യൂട്ട്സ് എന്താ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്താണ്? പ്രോപ്പർട്ടീസിനാണ് നമ്മൾ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് രണ്ട് എക്സാമ്പിൾ തന്നിട്ടുണ്ട്. എംപ്ലോയി എന്നുള്ളൊരു എൻറ്റിറ്റി ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ആട്രിബ്യൂട്ട്സ് എംപ്ലോയി നമ്പർ ആവാം, എംപ്ലോയി സാലറി, എംപ്ലോയി നെയിം എന്നൊക്കെ പറയും. ഇനി നമുക്ക് വേറൊരു കാര്യം പറയാനുള്ളത് ഡൊമൈൻ എന്താന്നുള്ളത്. ഡൊമൈൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ ഒരു എക്സാമ്പിളില് ഡൊമൈൻ റോൾ നമ്പർ എന്ന് പറയുന്നത് ഒരു എൻറ്റിറ്റി ആട്രിബ്യൂട്ട് ആണ്. ഡൊമൈൻ ഓഫ്
ആട്രിബ്യൂട്ട് റോൾ നമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? സെറ്റ് ഓഫ് പെർമിറ്റഡ് വാല്യൂസ് ആണ്. അതായത് റോൾ നമ്പർ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടിന് പെർമിറ്റ് ചെയ്തിരിക്കുന്ന സെറ്റ് ഓഫ് വാല്യൂസ് ആണ് എന്ത്? റോൾ നമ്പറിന്റെ ഡൊമൈൻ. ഇതിനകത്ത് നമുക്ക് അതിന്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? 1, 2, 3, 4 എന്നൊക്കെ പറയുന്നത് അതിന്റെ ഡൊമൈൻസ് ആണ്. അത് സെറ്റ് ഓഫ് ഇന്റിജേഴ്സ് ആണ് അതിന്റെ ഡൊമൈൻ. അതാണ് ഡൊമൈൻ എന്നുള്ള ടേം. അപ്പൊ ഇതിനകത്ത് ഓരോ ടേംസ് ആയിട്ട് നമ്മൾ പോവാം. ഡൊമൈൻ എന്താണെന്ന് മനസ്സിലായി. ഇനി ആട്രിബ്യൂട്ട്സ് നമ്മൾ ഓവൽ ഷേപ്പിൽ നമ്മൾ വരയ്ക്കും. ഓക്കെ. ഇനി നമ്മൾ ആട്രിബ്യൂട്ട്സിന്റെ ഡിഫറെന്റ് ടൈപ്പ്. അപ്പൊ ആട്രിബ്യൂട്ട്സ് എന്താ നമുക്ക് മനസ്സിലായി. പ്രോപ്പർട്ടീസ് ഓഫ് ആൻ എൻറ്റിറ്റി ആണ് ആട്രിബ്യൂട്ട്. ഇനി അതിന്റെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ ഡയഗ്രാം ഇമ്പോർട്ടന്റ് ആണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ടൈപ്സ് ഓഫ് ആട്രിബ്യൂട്ടിൽ ഫസ്റ്റ് വൺ ഈസ് സിമ്പിൾ കോമ്പോസിറ്റ്, സിംഗിൾ വാല്യൂഡ്, മൾട്ടി വാല്യൂഡ്, സ്റ്റോർഡ് വേഴ്സസ് ഡിറൈവ്ഡ്. അങ്ങനെ 3 സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ഉണ്ട്, ടൈപ്പ് ഓഫ് ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ഫസ്റ്റ് വൺ സിമ്പിൾ ആട്രിബ്യൂട്ട് വേഴ്സസ് കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്സ്. സിമ്പിൾ ആട്രിബ്യൂട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്ക് നമ്മുടെ എൻറ്റിറ്റിയുടെ ആട്രിബ്യൂട്ട്സ് വീണ്ടും ഡിവിസിബിൾ അല്ലാത്തത്. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എക്സാമ്പിൾ നോക്കുക. സ്റ്റുഡന്റ് എന്നുള്ളൊരു എൻറ്റിറ്റി, അതിന്റെ 3 ആട്രിബ്യൂട്ട്സ് നമ്മൾ വരച്ചിട്ടുണ്ട്. റോൾ നമ്പർ, ക്ലാസ്, ഏജ്. അതായത് റോൾ നമ്പർ എന്ന് പറഞ്ഞ ആ ഒരു ആട്രിബ്യൂട്ട് നമുക്ക് എഗെയിൻ ഡിവിസിബിൾ അല്ല. റോൾ നമ്പർ എന്ന് പറയുന്നത് ഒരു ഇന്റിജർ വാല്യൂ ആണ്, അതിന് എഗെയിൻ ഡിവിസിബിൾ അല്ല. അതുകൊണ്ട് ഒരു സിമ്പിൾ ആട്രിബ്യൂട്ട് ആണ്. ക്ലാസ് എന്ന് പറയുന്നത് എന്താണ്? ക്ലാസ് S4 CSE, അതിനെ നമുക്ക് വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, വീണ്ടും സബായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഏജ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടീനെ നമുക്ക് ഡിവിസിബിൾ അല്ല. അപ്പൊ അങ്ങനത്തെ ആട്രിബ്യൂട്ട്സ് ആണ് എന്താ? സിമ്പിൾ ആട്രിബ്യൂട്ട്സ്. അതിന്റെ ഒപ്പം തന്നെ കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ആട്രിബ്യൂട്ടിനെ എഗെയിൻ നമുക്ക് സബ് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അത് ആ ആട്രിബ്യൂട്ടിന് പറയുന്നത് വേറെ സബ് ആയിട്ടുള്ള കുറെ ആട്രിബ്യൂട്ടിന്റെ വാല്യൂ ആയിട്ട് കൊടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് അഡ്രസ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് കൊടുത്താൽ അഡ്രസ് എന്ന ആട്രിബ്യൂട്ടിന്റെ വാല്യൂല് വരുന്നതിന് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അഡ്രസ് എന്ന് പറഞ്ഞ ഒരു ആട്രിബ്യൂട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം റോൾ നമ്പർ 1 അരുൺ, ദെൻ അതിന്റെ അഡ്രസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്തൊരു സ്ട്രീറ്റ് നമ്പർ ഉണ്ടാവും, സിറ്റി ഉണ്ടാവും, കൺട്രി ഉണ്ടാവും, സ്റ്റേറ്റ് ഉണ്ടാവും. അപ്പോൾ അത്രയും വാല്യൂസ് കൂടുന്നതാണ് അഡ്രസ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടിന്റെ ഡൊമൈൻ എന്ന് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? ആ ആട്രിബ്യൂട്ടിനെ അഗെയിൻ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് എന്ത്? കോമ്പോസിറ്റ് ആട്രിബ്യൂട്ടിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിമിലർലി നെയിം എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് നമുക്ക് അഗെയിൻ സബ് ഡിവൈഡ് ചെയ്യാൻ പറ്റും, ഡിവിസിബിൾ ആണ്. അതിന്റെ സബ് പ്രോപ്പർട്ടീസ് ആണ് ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതുപോലെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സ്മോളർ സബ് പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ആട്രിബ്യൂട്ട്സ് ആണ് കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്സ്. ഇത് ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കണോ? ഇനി അടുത്തത് സിംഗിൾ വാല്യൂഡ്, മൾട്ടി വാല്യൂഡ്. അപ്പൊ ഇതിനകത്ത് നോക്കാം, ആട്രിബ്യൂട്ട്സ് വിച്ച് ആർ ഹാവിംഗ് സിംഗിൾ വാല്യൂസ്. നമ്മളിപ്പോ ഇതെല്ലാം പറയുന്ന ഒരു എൻറ്റിറ്റിയെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. ഒരു എൻറ്റിറ്റി, അതായത് E1 നമ്മൾ കണ്ടില്ലേ, റോൾ നമ്പർ 1 അരുൺ, അങ്ങനെ ഇമെയിൽ ID, അഡ്രസ്, ഒരു സിംഗിൾ എൻറ്റിറ്റിയെ സംബന്ധിച്ച് ഒരു ആട്രിബ്യൂട്ടിന്റെ വാല്യൂ സിംഗിൾ ആണോ മൾട്ടി വാല്യൂഡ് ആണോ എന്നുള്ളതാണ് നമ്മളിങ്ങനെ ഈ ആട്രിബ്യൂട്ട്സിന്റെ ടൈപ്പിനെ പറ്റി പറയുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് റോൾ നമ്പർ, ഒരു സ്റ്റുഡന്റ് എന്നുള്ള എൻറ്റിറ്റിക്ക് റോൾ നമ്പർ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ സ്റ്റുഡന്റ് അരുൺ എന്ന് പറഞ്ഞ സ്റ്റുഡന്റ്, ആ അരുൺ എന്ന് പറഞ്ഞ സ്റ്റുഡന്റിന്റെ റോൾ നമ്പർ എന്താണ്? സിംഗിൾ വാല്യൂ ഉള്ളൂ. ആ അരുൺ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഒരു റോൾ നമ്പറേ ഉള്ളൂ. അത് അയാൾക്ക് ഒരു ഏജ് ആണുള്ളത്, അയാൾക്ക് ഒരൊറ്റ ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ളൂ, അയാൾക്ക് ഒരൊറ്റ ജെൻഡർ ഉള്ളൂ. അപ്പോ ആട്രിബ്യൂട്ടിന്റെ വാല്യൂ എല്ലാം എന്താണ്? അവിടെ സിംഗിൾ വാല്യൂസ് ആണ് ഒരു എൻറ്റിറ്റിയിൽ വരുന്നുള്ളൂ. അങ്ങനത്തെ ആട്രിബ്യൂട്ട് ആണ് എന്ത്? സിംഗിൾ വാല്യൂഡ് ആട്രിബ്യൂട്ട്സ്. ഇനി അതല്ല, ഈ എക്സാമ്പിൾ നോക്കുക. റോൾ നമ്പർ, ഏജ്, മൊബൈൽ നമ്പർ, ഇമെയിൽ ID, ഈ 4 ആട്രിബ്യൂട്ട്സിൽ റോൾ നമ്പറും ഏജും ഒരു സിംഗിൾ എൻറ്റിറ്റിയെ സംബന്ധിച്ച് അതെന്താണ്? സിംഗിൾ വാല്യൂഡ് ആണ്. പക്ഷെ ആ സിംഗിൾ എൻറ്റിറ്റിയെ സംബന്ധിച്ച് മൊബൈൽ നമ്പറും ഇമെയിൽ ID എന്താണ്? മൾട്ടിപ്പിൾ ആവാം, ഒന്നിൽ കൂടുതൽ വരാം. അപ്പൊ അരുൺ എന്ന് പറഞ്ഞ ആള്, അയാളുടെ റോൾ നമ്പർ 10 ആണ്, ഏജ് 15 ആണ്, അയാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താണ്? മൊബൈൽ നമ്പർ 2 വരാം. ഓക്കെ, അതുപോലെ തന്നെ ഇമെയിൽ ID 2 ആവാം. അപ്പൊ അങ്ങനെ വരുന്ന ആട്രിബ്യൂട്ട്സ് ആണ് എന്ത്? മൾട്ടി വാല്യൂഡ് എൻറ്റിറ്റീസ്. അപ്പോൾ ഒരു എൻറ്റിറ്റിയെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു ആട്രിബ്യൂട്ടിന് ഒന്നിൽ കൂടുതൽ വാല്യൂസ് നമുക്ക് വയ്ക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്സ് ആണ്. അപ്പോൾ ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമ്മൾ സിംഗിൾ വാല്യൂഡ് ആട്രിബ്യൂട്ട്സ് സാധാരണ പോലെ സിമ്പിൾ ഓവൽ ഷേപ്പിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്സ് നമ്മൾ എന്ത് ചെയ്യും? ഡബിൾ ഓവൽ ഷേപ്പിലായിരിക്കും മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്സ് നമ്മൾ ഡയഗ്രത്തിൽ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഡയഗ്രാം നോക്കിക്കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും
റോൾ നമ്പറും ഏജും സിംഗിൾ വാല്യൂഡ് ആട്രിബ്യൂട്ട്സും, മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്സ് ആണ്. അപ്പൊ നമ്മൾ ഈ ആട്രിബ്യൂട്ട്സ് സിംഗിൾ വാല്യൂഡ് ആണോ മൾട്ടി വാല്യൂഡ് ആണോ എന്ന് പറയണത് ഓരോ എൻറ്റിറ്റീസിനെ ബേസ് ചെയ്തിട്ടാണ്. ഒരു എൻറ്റിറ്റി, അപ്പോൾ ഒരു എൻറ്റിറ്റി എന്താ നിങ്ങൾക്ക് അറിയാം, ഒരൊറ്റ റോ എന്ന് ഓർക്കുക. ഓക്കെ, അപ്പോൾ റോൾ നമ്പർ 10 എന്നുള്ള സ്റ്റുഡൻറ്റിന് ഏജ് 15 ആണ്. ആ റോൾ നമ്പർ 10ന് ചിലപ്പം 2 ഫോൺ നമ്പർ വരാം, 2 ഇമെയിൽ ഐ ഡിയും വരാം, ചാൻസ് ഉണ്ട്. അപ്പൊ ആ ഒരു കേസ് കൺസിഡർ ചെയ്യുമ്പോഴാണ് ഈ ഓരോ ആട്രിബ്യൂട്ട്സും സിംഗിൾ വാല്യൂഡ് ആണോ മൾട്ടി വാല്യൂഡ് ആണോ എന്ന് പറയണത്. ഇനി അടുത്തത് സ്റ്റോർഡ് വേഴ്സസ് ഡിറൈവ്ഡ്, തേർഡ് വൺ. ഇനി ഇതിനകത്ത് സ്റ്റോർഡ് വേഴ്സസ് ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ചില എൻറ്റിറ്റീസ് എടുക്കുമ്പോൾ അതിൻ്റെ ആട്രിബ്യൂട്ട്സുകൾ തമ്മിൽ എന്തായിരിക്കും, റിലേറ്റഡ് ആയിരിക്കും. അതായത് ഒരു ഫോർ എക്സാമ്പിൾ റിലേറ്റഡ് ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സ് നമുക്ക് എവിടെ കിട്ടും, ഒരു എൻറ്റിറ്റിയിൽ കിട്ടും. ഫോർ എക്സാമ്പിൾ സ്റ്റുഡൻ്റ് എന്നുള്ളൊരു എൻറ്റിറ്റി ടൈപ്പിൽ റോൾ നമ്പർ, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, ഏജ്, 4 ആട്രിബ്യൂട്ട്സ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഡേറ്റ് ഓഫ് ബർത്ത് എന്നുള്ള ആട്രിബ്യൂട്ടും ഏജ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് എന്താ, റിലേറ്റഡ് ആണ്. കാരണം നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് അറിയാമെങ്കിൽ നമുക്ക് ഏജ് എത്രയാന്നുള്ളത് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാം ഫ്രം ദ സിസ്റ്റം ഡേറ്റ് ആണോ. അപ്പോൾ ഇതിനകത്ത് ഡേറ്റ് ഓഫ് ബർത്തും ഏജും റിലേറ്റഡ് ആട്രിബ്യൂട്ട്സ് ആണ്. ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് സ്റ്റോർഡ് ആട്രിബ്യൂട്ടും ഏജ് എന്ന് പറയുന്നത് എന്താണ്, ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട് ആണ്. കാരണം ഏജ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടിന്റെ വാല്യൂ നമുക്ക് വേറൊരു സ്റ്റോർഡ് ആട്രിബ്യൂട്ടായ ഡേറ്റ് ഓഫ് ബർത്തിൽ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്ത് എടുക്കാൻ പറ്റും, സിസ്റ്റം ഡേറ്റും കൂടെ കൂടി യൂസ് ചെയ്താൽ. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്ന ആട്രിബ്യൂട്ട്സുകളാണ് സ്റ്റോർഡ് ആൻഡ് ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട്സ് എപ്പോഴും നമ്മൾ ഒരു ഡയഗ്രത്തിൽ എന്താണ്, ഡാഷ്ഡ് ഓവലിലായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് ഏജ് ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട് ആണ്, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, റോൾ നമ്പർ എന്നൊക്കെ പറയുന്നത് സിമ്പിൾ ആട്രിബ്യൂട്ട്സ് ആണ്, സാധാ ആട്രിബ്യൂട്ട്സ്. അപ്പോൾ ഇത്രയും പിടിയിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആട്രിബ്യൂട്ട്സ്. അപ്പൊ ഇത് നമുക്ക് എങ്ങനെയാണ് അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് നിങ്ങൾ പഠിച്ചാൽ മാത്രമാണ് നമുക്ക് ഡയഗ്രാം വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഏത് പ്രോബ്ലം എടുത്താലും അതിനകത്ത് കുറെ എൻറ്റിറ്റീസും കുറെ ആട്രിബ്യൂട്ട്സും ഉണ്ടാവും. അപ്പോൾ ഓരോ ആട്രിബ്യൂട്ട്സിനും എങ്ങനെയൊക്കെ നമുക്ക് ഡയഗ്രത്തിൽ നൊട്ടേറ്റ് ചെയ്യാന്നുള്ളത് നമുക്ക് ഈ ഓരോ നൊട്ടേഷൻസ്, ഡയഗ്രത്തിലെ നൊട്ടേഷൻസ് നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, ഇനി അടുത്തത് ഇതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് കോംപ്ലക്സ് ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞ ഒരു ഫോർത്ത് വൺ ഉണ്ട്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് കോമ്പോസിറ്റ് ആൻഡ് മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്സ്. കോമ്പോസിറ്റ് ആട്രിബ്യൂട്ടും മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്സിന് കോമ്പിനേഷൻ ആണ്. അപ്പൊ നമ്മളത് ഡയഗ്രത്തിൽ റെപ്രസെന്റ് ചെയ്യണില്ല, നമ്മൾ അതിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യാന്നുള്ളത് നോക്കാം. ഡയഗ്രത്തിന്റെ നൊട്ടേഷൻ ഇല്ല, പക്ഷെ നമുക്ക് അതിന് റെപ്രസെന്റേഷൻ ഉണ്ട്. കോംപ്ലക്സ് ആട്രിബ്യൂട്ട് നമ്മൾ എപ്പോഴും ഒരു കേർലി ബ്രാക്കറ്റ്സിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യും. അതിൻ്റെ ഉള്ളിൽ കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്സ് എങ്ങനെയാണ്, ബ്രാക്കറ്റിലും ആയിരിക്കും. അപ്പൊ കോമ്പോസിറ്റും മൾട്ടി വാല്യൂഡും കൂടെ കൂടുന്നതാണ് എന്ത്, നമ്മുടെ കോംപ്ലക്സ് ആട്രിബ്യൂട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഒരു എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നത് അഡ്രസ് ഫോൺ ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആട്രിബ്യൂട്ട്. അഡ്രസ്സും ഫോണും ഒരു ആട്രിബ്യൂട്ടിന്റെ പേരാണ് അഡ്രസ് ഫോൺ ആട്രിബ്യൂട്ട്. നമ്മൾ പറഞ്ഞ നെയിം എന്നുള്ള ആട്രിബ്യൂട്ട് പറയുമല്ലോ, അതുപോലെ ഒരു ആട്രിബ്യൂട്ടിന്റെ പേരാണ് അഡ്രസ് ഫോൺ ആട്രിബ്യൂട്ട്. അപ്പൊ അതിനകത്ത് അഡ്രസ് എന്ന് പറയുന്നത് എന്താണ്, കോമ്പോസിറ്റും ആണ്, ഫോൺ നമ്പർ വേണമെങ്കിൽ മൾട്ടി വാല്യൂഡും ആവാം. അപ്പൊ ഇതിനകത്ത് എക്സാമ്പിൾ കാണിച്ചേക്കുന്നത് ജസ്റ്റ് ഫോൺ മൾട്ടി വാല്യൂഡ് അല്ല, പക്ഷെ കോമ്പോസിറ്റ് ആട്രിബ്യൂട്ടും ഉണ്ട്, മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ടായ ഫോൺ നമ്പറും കൂടെ കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതാണ് കേർലി ബ്രാക്കറ്റ്സിൽ കോമ്പോസിറ്റിനെ നമ്മൾ സിമ്പിൾ ബ്രാക്കറ്റ്സിൽ ഇടും, മൾട്ടി വാല്യൂഡ് കോമ ഇട്ടും എഴുതും. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് കാണിച്ചേക്കുന്നത്. കേർലി ബ്രാക്കറ്റ്സിൽ കോമ്പോസിറ്റ് ആട്രിബ്യൂട്ടായ അഡ്രസ് സിമ്പിൾ ബ്രാക്കറ്റ്സിൽ ഇട്ടു, 2A സ്ട്രീറ്റ് നമ്പർ 5 സെക്ഷൻ 4 എന്നുള്ളത് കോമ്പോസിറ്റ് ആണ്. അത് സാധാ ബ്രാക്കറ്റ്സിൽ ഇട്ടു, കോമ ഇട്ടിട്ട് ഫോൺ നമ്പറിന്റെ മൾട്ടി വാല്യൂഡ് ആണ്, പക്ഷെ ഇവിടെ ഒരു വാല്യൂ ആണ് കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ കൊടുക്കുന്ന ആട്രിബ്യൂട്ട്സ് ആണ് എന്ത്, കോംപ്ലക്സ് ആട്രിബ്യൂട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ നൾ വാല്യൂഡ് ആട്രിബ്യൂട്ട്സ്. അപ്പൊ നമുക്കൊരു നമ്മുടെ എൻറ്റിറ്റി ടൈപ്പ് എടുക്കുമ്പോൾ അതിനകത്ത് ചില ആട്രിബ്യൂട്ട്സ് അതിന്റെ വാല്യൂ ചിലപ്പം എന്താണ്, ഇൻസേർട്ട് ചെയ്ത് നമുക്ക് വാല്യൂ ഉണ്ടാവില്ല, പക്ഷെ അതിന്റെ വാല്യൂ എന്താണ്, സീറോ വാല്യൂ അല്ല.
അതേ നമ്മളിപ്പോ ഒരു ഫോൺ നമ്പർ എന്നുള്ള ഒരു ആട്രിബ്യൂട്ട് എടുക്കുകയാണ്. ഒരു സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ ടേബിള്, സ്റ്റുഡന്റ് എന്നുള്ള ഒരു എൻറ്റിറ്റി ടൈപ്പ്, അതിനകത്ത് റോൾ നമ്പർ, നെയിം, ഏജ്, ഫോൺ നമ്പർ എന്ന് പറഞ്ഞ നാല് ആട്രിബ്യൂട്ട്സ് ഉണ്ട്. അപ്പൊ അതിനകത്ത് ഒരു 10 സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ചില സ്റ്റുഡൻസിന് ഫോൺ നമ്പർ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടിന് കീഴിൽ വാല്യൂ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടാവില്ല. അതിന്റെ അർത്ഥം എന്താണ്? ആ കുട്ടിക്ക് ഫോൺ നമ്പർ ഇല്ല എന്നാണ് അർത്ഥം. അപ്പൊ അവിടെ നമുക്ക് സീറോ എന്നുള്ള വാല്യൂ ഇടാനും പറ്റൂല. ആ ആട്രിബ്യൂട്ടിന്റെ വാല്യൂ ഇവിടെ സീറോയും അല്ല. സീറോ എന്ന് പറഞ്ഞാൽ എന്താ? ഫോൺ നമ്പറിന്റെ വാല്യൂ സീറോ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ആ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വാല്യൂ ആണ് നൾ വാല്യൂ. അതായത് ആട്രിബ്യൂട്ടിന്റെ വാല്യൂ എക്സിസ്റ്റിംഗ് അല്ല, അല്ലെങ്കിൽ അതിനകത്ത് വാല്യൂ നമുക്ക് അൺഅവൈലബിൾ ആണ്, അങ്ങനെ കൊടുക്കുന്ന വാല്യൂസ് ആണ് എന്താ? നൾ വാല്യൂഡ് ആട്രിബ്യൂട്ട്സ്. അപ്പൊ നൾ എന്ന് പറയുന്നത് എന്താണ്? ആ ആ ഒരു ആട്രിബ്യൂട്ടിന്റെ വാല്യൂ നോട്ട് എക്സിസ്റ്റിംഗ്, അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ അല്ല എന്നുള്ളത് കാണിക്കുന്നതാണ് നൾ വാല്യൂ ആട്രിബ്യൂട്ട്സ്. ഓക്കെ, അപ്പൊ ചില എൻറ്റിറ്റി ടൈപ്പിന് ചില ആട്രിബ്യൂട്ട്സ് ഒക്കെ എന്താണ്? നൾ വാല്യൂഡ് ആട്രിബ്യൂട്ട്സ് വരാം. പറഞ്ഞ പോലെ ഇമെയിൽ ഐ ഡി, പാൻ കാർഡിന്റെ നമ്പർ, അത് എല്ലാവർക്കും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പൊ അങ്ങനത്തെ ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ ആ പെർട്ടിക്കുലർ ആട്രിബ്യൂട്ട്സിന്റെ വാല്യൂ എന്തായിരിക്കും? സീറോ ഇടാനും പറ്റില്ല. സീറോ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ സീറോ എന്നാണ് ഐഡന്റിഫൈ ചെയ്യുള്ളൂ. പക്ഷെ അവിടെ എന്തിടാം? നമുക്ക് നള്ളെന്ന് ഇടാം, അല്ലെങ്കിൽ ഒരു എം ടി ആയിട്ടുള്ള സ്പേസ് അവിടെ ഇടാം. അപ്പൊ അത് എന്ത് ആട്രിബ്യൂട്ടായി? ഫോൺ നമ്പർ, ഈ പാൻ കാർഡ് നമ്പർ എന്ന് പറയുന്നത് നൾ വാല്യൂഡ് ആട്രിബ്യൂട്ട്സ് ആയി. കാരണം ആ ഒരു എൻറ്റിറ്റി ടൈപ്പിൽ ചില എൻറ്റിറ്റിക്ക് ആ കറസ്പോണ്ടിങ് ആട്രിബ്യൂട്ടിന്റെ വാല്യൂ എന്താണ്? ഇൻസേർട്ട് ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ വരുന്ന ആട്രിബ്യൂട്ട്സ് ആണ് നൾ വാല്യൂഡ് ആട്രിബ്യൂട്ട്സ്. ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ആട്രിബ്യൂട്ട് എന്താണ്? കീ ആട്രിബ്യൂട്ട്സ്. നമ്മളിപ്പോ ഇത്രയും പറഞ്ഞത് എന്താ? ആട്രിബ്യൂട്ടിനെ ബേസ് ചെയ്തിട്ടാണ്, ടൈപ്പ് ഓഫ് ആട്രിബ്യൂട്ട്സ് ആണ്. ടൈപ്പ് ഓഫ് ആട്രിബ്യൂട്ട്സിൽ ഫസ്റ്റ് മെയിൻ കാറ്റഗറി പറഞ്ഞു, പിന്നെ വന്നത് കോംപ്ലക്സ് ആട്രിബ്യൂട്ട് പറഞ്ഞു, നൾ വാല്യൂഡ് ആട്രിബ്യൂട്ട്സ് പറഞ്ഞു. അടുത്തത് പറയാൻ പോണത് കീ ആട്രിബ്യൂട്ട്. അപ്പൊ നമുക്കൊരു എൻറ്റിറ്റി ടൈപ്പ് എടുത്ത് അതിന്റെ ഡിഫറെന്റ് ആട്രിബ്യൂട്ട്, എൻറ്റിറ്റി ടൈപ്പ് എടുത്തു, അതിന് ഡിഫറെന്റ് ആട്രിബ്യൂട്ട്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കൊടുക്കുന്ന ആട്രിബ്യൂട്ട്സിൽ ഏതെങ്കിലും ഒരു ആട്രിബ്യൂട്ടിന്റെ വാല്യൂ വെച്ചിട്ട് നമുക്ക് ഓരോ എൻറ്റിറ്റീസിനെയും യുണീക്ക്ലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ആ ആട്രിബ്യൂട്ടിനെ നമ്മൾ എന്ത് പറയും? കീ ആട്രിബ്യൂട്ട് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഈ ഒരു എക്സാമ്പിൾ എടുക്കുക. സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ ഒരു എൻറ്റിറ്റി. ഈ സ്റ്റുഡന്റ് എന്നുള്ള എൻറ്റിറ്റി, ഈ ഒരു ഫിഗർ നോക്കാം. സ്റ്റുഡന്റ് എന്നുള്ള എൻറ്റിറ്റിയിൽ 4 ആട്രിബ്യൂട്ട്സ് ഉണ്ട്. റോൾ നമ്പർ, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, ഏജ്. 4 ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ഇതിനകത്ത് ഏത് ആട്രിബ്യൂട്ടിന്റെ വാല്യൂ എടുത്താലാണ് നമുക്ക് ഓരോ എൻറ്റിറ്റീനെയും യുണീക്ക്ലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്, ആ ആട്രിബ്യൂട്ടിനെ നമ്മൾ എന്ത് പറയും? കീ ആട്രിബ്യൂട്ട് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ സ്റ്റുഡന്റ് എന്നുള്ള എൻറ്റിറ്റി ടൈപ്പിൽ സപ്പോസ് 4 സ്റ്റുഡൻസിന്റെ എൻറ്റിറ്റീസ് ഉണ്ട്. 4 സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് നമുക്ക് റോൾ നമ്പർ 5 എന്ന് പറഞ്ഞു കൊടുത്താൽ റോൾ നമ്പർ 5 എന്നുള്ള എൻറ്റിറ്റീനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യുണീക്ക്ലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. കാരണം റോൾ നമ്പർ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടിന്റെ വാല്യൂ എന്താണ്? റിപ്പീറ്റ് ചെയ്ത് വരില്ല. കാരണം ഓരോ സ്റ്റുഡന്റിനും ഓരോ റോൾ നമ്പർ ആണ്, യുണീക്ക് ആയിട്ടുള്ള റോൾ നമ്പർ ആണ് ഉള്ളത്. അപ്പോൾ ഈ റോൾ നമ്പർ എന്ന് പറഞ്ഞ സംഭവം എന്താണ്? ആ ഒരു എൻറ്റിറ്റി ടൈപ്പിന്റെ കീ ആട്രിബ്യൂട്ട് എന്ന് പറയാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് പിടികിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്കൊരു എൻറ്റിറ്റി ടൈപ്പ് എടുത്താൽ അതിന് ഡിഫറൻസ് ടൈപ്പ് ഓഫ് ആട്രിബ്യൂട്ട്സ് ഉണ്ട്, ഡിഫറെന്റ് ആട്രിബ്യൂട്ട്സ് വരും. അതിനകത്ത് ഏത് ആട്രിബ്യൂട്ടിന്റെ വാല്യൂ എടുത്താലാണ് നമുക്ക് ഓരോ എൻറ്റിറ്റീനെയും യുണീക്ക്ലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്, ആ ആട്രിബ്യൂട്ടിനെ നമ്മൾ എന്ത് പറയും? കീ ആട്രിബ്യൂട്ട് എന്ന് പറയും. അപ്പൊ നമ്മുടെ ക്ലാസ്, നമ്മൾ നോർമലി ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ക്ലാസ്സിലെ ഓരോ കുട്ടികളുടെയും റോൾ നമ്പർ എന്ന് പറയുന്നത് എന്താണ്? ഒരു കീ ആട്രിബ്യൂട്ട് ആണ്. കാരണം ആ റോൾ നമ്പർ വെച്ചിട്ട് നമുക്ക് ഒരു കുട്ടീനെയാണ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ ഒരു റോൾ നമ്പർ വെച്ചിട്ട് ഒന്നിൽ കൂടുതൽ കുട്ടികൾക്ക് ഒരേ റോൾ നമ്പർ വരാൻ പാടില്ല. അതിനകത്ത് കീ ആട്രിബ്യൂട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? യുണീക്ക്ലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് ആട്രിബ്യൂട്ട് ആണ് എന്ത്? കീ ആട്രിബ്യൂട്ട് കൊണ്ട് പറയുന്നത്. ഇനി കീ ആട്രിബ്യൂട്ട് ഒരിക്കലും എന്താണ്? നൾ വാല്യൂ വരാൻ പാടില്ല. അപ്പൊ നമ്മളൊരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ റോൾ നമ്പർ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റോൾ നമ്പർ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടിന് എപ്പോഴും എന്താണ്? വാല്യൂസ് വേണം, നൾ വാല്യൂ കൊടുക്കാൻ പാടില്ല. അത് അതിന്റെ റൂളാണ്. കാരണം നൾ വാല്യൂ വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഒരു കുട്ടിയെ യുണീക്ക്ലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂല. സോ കീ വാല്യൂ കനോട്ട് ബി എ നൾ വാല്യൂ. അതുപോലെ തന്നെ കീ വാല്യൂസ് നമുക്ക് എന്താണ്? കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട് വെക്കാം. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോ റോൾ നമ്പർ ഒരു കീ ആട്രിബ്യൂട്ട് ആന്ന് പറഞ്ഞു. നമ്മുടെ ക്ലാസ്സിലെ റോൾ നമ്പർ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് ഒരു കീ ആട്രിബ്യൂട്ടാന്ന് പറഞ്ഞു. അപ്പൊ റോൾ നമ്പറിന്റെ കൂടെ പേരും കൂടെ കൊടുത്താലും അതെന്താണ്? ആ ആ ഒരു ക്ലാസ്സിലെ എന്താണ്? കീ ആട്രിബ്യൂട്ടാന്ന് പറയും. അപ്പൊ നമ്മളിപ്പോ ക്ലാസ്സിൽ ചെന്ന് റോൾ നമ്പർ 5 എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആരാ എണീക്കുന്നത്?
ആ 5 എന്നുള്ള ഒരു ഒറ്റ സ്റ്റുഡന്റ് ആണ് എണീക്കുള്ളൂ. അപ്പൊ ആ ഒരു ആട്രിബ്യൂട്ടാണ് കീ ആട്രിബ്യൂട്ട്, റോൾ നമ്പർ. ഇനി അതല്ല, റോൾ നമ്പർ 5 അരുൺ എന്ന് വിളിച്ചാൽ എന്താ, ആ 5 എന്നുള്ള റോൾ നമ്പർ അതിന്റെ കറസ്പോണ്ടിങ് നെയിം എന്താണ്, അരുൺ എന്നാണെന്നുണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ സ്റ്റുഡന്റ് എണീക്കും. അപ്പോൾ കീ ആട്രിബ്യൂട്ടിന്റെ കൂടെ നമുക്ക് വേറെ ഏത് ആട്രിബ്യൂട്ടും ആ എൻറ്റിറ്റി ടൈപ്പിൽ ചേർത്താലും അത് എന്ത് തന്നെയാണ്, കീ ആട്രിബ്യൂട്ട് തന്നെയാണ്. അതുകൊണ്ടാണ് കീ ആട്രിബ്യൂട്ട് ക്യാൻ ബി എ കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. കോമ്പോസിറ്റ് ആട്രിബ്യൂട്ടും ഒരു കീ ആട്രിബ്യൂട്ട് ആവാം. കാരണം നമുക്ക് കീ ആട്രിബ്യൂട്ടിന്റെ കൂടെ വേറെ ആ ഒരു എൻറ്റിറ്റി ടൈപ്പിൽ ഏത് ആട്രിബ്യൂട്ടിന്റെ കോമ്പിനേഷൻ എടുത്താലും ദാറ്റ് ഈസ് ഓൾസോ എ കീ ആട്രിബ്യൂട്ട്. ഓക്കെ, അപ്പൊ അതിനകത്ത് നമ്മളിപ്പം റോൾ നമ്പർ കോമ ഇമെയിൽ ഐ ഡി അതൊരു കീ ആട്രിബ്യൂട്ട് ആണ്. റോൾ നമ്പർ കോമ ബർത്ത് ഡേറ്റ് അതും ഒരു കീ ആട്രിബ്യൂട്ടാണ്. കാരണം റോൾ നമ്പർ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് കൊണ്ട് തന്നെ നമുക്ക് എന്താണ്, ഒരു കുട്ടിയെ യുണീക്ലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ റോൾ നമ്പറിന് കൂടെ ഇമെയിൽ ഐ ഡി കൊടുത്താലും ആ കുട്ടീനെ തന്നെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട് ക്യാൻ ബി എ കീ ആട്രിബ്യൂട്ട്. അപ്പോൾ നമ്മൾ ഇ ആർ ഡയഗ്രത്തിൽ നമ്മൾ എന്ത് ചെയ്യും, ഇ ആർ ഡയഗ്രത്തിൽ നമുക്ക് കീ ആട്രിബ്യൂട്ട് റെപ്രസെന്റ് ചെയ്യാനുള്ള മെത്തേഡ് എന്താന്ന് വെച്ചാൽ, ആട്രിബ്യൂട്ട് എപ്പോഴും ഓവൽ ഷേപ്പിലായിരിക്കും കൊടുക്കുന്നത്. കീ ആട്രിബ്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ആട്രിബ്യൂട്ട് എന്ത് ചെയ്യുക, അണ്ടർലൈൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് എന്തായി, കീ ആട്രിബ്യൂട്ടായി. ഡൊമൈൻ ഓഫ് എൻ ആട്രിബ്യൂട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് പെർമിറ്റഡ് വാല്യൂസ് ആണ്. ഒരു ആട്രിബ്യൂട്ടിന് നമുക്ക് കൊടുക്കാവുന്ന പെർമിറ്റഡ് വാല്യൂസിനെല്ലാം നമ്മൾ എന്ത് പറയും, ഡൊമൈൻ എന്ന് പറയും. ലാസ്റ്റ് ഇത് നമുക്ക് ഫൈനൽ ആയിട്ട് നൊട്ടേഷൻസ്, നമ്മൾ ഇത്രയും നേരം പറഞ്ഞതിന്റെ ഒരു സമ്മറി, ഒരു ഇയർ ഡയഗ്രത്തിൽ എൻറ്റിറ്റി റിലേഷൻഷിപ്പ് ഡയഗ്രം എന്നാണ്. ഇയർ ഡയഗ്രം നമുക്ക് വരയ്ക്കാനായിട്ട് മെയിൻലി വേണ്ടത് എൻറ്റിറ്റി എന്താണെന്ന് അറിയണം. എൻറ്റിറ്റി നമ്മൾ റെപ്രസെന്റ് ചെയ്യേണ്ടത് റെക്റ്റാങ്കിളിൽ, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആട്രിബ്യൂട്ട്സ് നമ്മൾ ഓവൽ ഷേപ്പിൽ കൊടുക്കും. നമ്മൾ ഇതുവരെ പഠിച്ചത് മാത്രമായിട്ട് ഞാൻ ഈ ഫിഗറിൽ നിന്ന് പറയുന്നുള്ളൂ. ആട്രിബ്യൂട്ട് നമ്മൾ സിംഗിൾ ഓവൽ ഷേപ്പിൽ കൊടുക്കും. ഇനി അതുപോലെ കീ ആട്രിബ്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ ആട്രിബ്യൂട്ടിന്റെ ലേബലിന്റെ താഴെ അണ്ടർലൈൻ ചെയ്യും. പിന്നെ ഡിറൈവ്ഡ് ആട്രിബ്യൂട്ടും സ്റ്റോർഡ് ആട്രിബ്യൂട്ടും ഉണ്ട്. ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട് നമ്മൾ എങ്ങനെ കാണിക്കും, ഡാഷ്ഡ് ഓവൽ ഷേപ്പിൽ കാണിക്കും. അതുപോലെ തന്നെ സിംഗിൾ വാല്യൂഡ് മൾട്ടി വാല്യൂഡ് ഉണ്ട്. സിംഗിൾ വാല്യൂഡ് ആട്രിബ്യൂട്ട് നമ്മൾ ഡബിൾ ഓവലിൽ കൊടുക്കും. അപ്പൊ ഇത്രയാണ് ബേസിക് നൊട്ടേഷൻസ് ഇൻ ഇ ആർ ഡയഗ്രാം. ഇതിനകത്ത് വീക്ക് എൻറ്റിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. അപ്പൊ അത് ഡിസ്കസ് ചെയ്തപ്പോൾ നമുക്ക് അത് മനസ്സിലാവും. അപ്പൊ ഇത്രയും നൊട്ടേഷൻസ് ആണ് ബേസിക് ആയിട്ട് നമുക്കൊരു ഇ ആർ ഡയഗ്രാം വരയ്ക്കാനായിട്ട് വേണ്ടത്. അതുപോലെ താഴത്തേക്ക് ഉണ്ട് കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്. കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ആട്രിബ്യൂട്ട് അഗെയിൻ അതിന് ഡിവിസിബിൾ ആയിട്ടാൻ പറ്റുന്നതാണ് കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്സ്. അപ്പോൾ ഒരു ആട്രിബ്യൂട്ട് അതിൽ നിന്ന് വീണ്ടും കോമ്പോസിറ്റ്സ് വരയ്ക്കുമ്പോൾ അതെങ്ങനെ ഒരു ഇയർ ഡയഗ്രത്തിൽ കാണിക്കാന്നുള്ളതാണ് ഫിഗറിലുള്ളത്. പിന്നെ അടുത്തത് രണ്ടെണ്ണം നമ്മൾ പഠിച്ചിട്ടില്ല, റിലേഷൻഷിപ്പ് ടൈപ്പും റിലേഷൻഷിപ്പ് ഐഡന്റിഫൈങ് റിലേഷൻഷിപ്പും, അത് നമ്മൾ എത്തിയിട്ടില്ല. അപ്പൊ ഇത്രയും നമുക്ക് എന്താണ് ഒരു ഇ ആർ ഡയഗ്രത്തിന്റെ ബേസിക് കോൺസെപ്റ്റ് ആണ് നമ്മൾ കിട്ടിയത്. അപ്പൊ ഇ ആർ ഡയഗ്രത്തിലെ എൻറ്റിറ്റി റിലേഷൻഷിപ്പ് ഡയഗ്രം ആണ് കോൺസെപ്ച്വൽ മോഡലിൽ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആണ് ഇ ആർ മോഡൽ. അപ്പൊ അതിനകത്തുള്ള ഡിഫറെന്റ് കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ, ബേസിക് ആയിട്ടുള്ള കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ എൻറ്റിറ്റീസും ഉണ്ടാവും റിലേഷൻഷിപ്പും ഉണ്ടാവും. അപ്പൊ എൻറ്റിറ്റീസ് എന്താന്ന് മനസ്സിലായി, എൻറ്റിറ്റീസിൽ ഓരോ എൻറ്റിറ്റീസിനും ഡിഫറെന്റ് ആട്രിബ്യൂട്ട്സ് ഉണ്ടെന്ന് മനസ്സിലായി. ഈ ആട്രിബ്യൂട്ട്സിന്റെ ഒക്കെ ഡിഫറെന്റ് ടൈപ്പ് ആണ് നമ്മൾ പറഞ്ഞത്, സിമ്പിൾ, കോമ്പോസിറ്റ്, സിംഗിൾ വാല്യൂഡ്, മൾട്ടി വാല്യൂഡ്, അതുപോലെ തന്നെ എന്താണ് സ്റ്റോർഡ് വേഴ്സസ് ഡിറൈവ്ഡ്. പിന്നെ ഉള്ളതാണ് നൾ ആട്രിബ്യൂട്ട്സ് വരും, കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്സ് വരും, കീ ആട്രിബ്യൂട്ട്സ് വരും. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഇ ആർ ഡയഗ്രത്തിന്റെ ഇൻട്രൊഡക്ഷനിൽ ഉണ്ട്. നമ്മളിപ്പോഴും ഇ ആർ ഡയഗ്രാം വരയ്ക്കണതിലേക്ക് എത്തിയിട്ടില്ല, ബേസിക് നൊട്ടേഷൻസിലേക്ക് മാത്രമാണ് എത്തിയിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇനി ഇത്രയും ഭാഗം ഒന്ന് പഠിച്ചു വെച്ചേക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം ഉണ്ടാവും. ഒത്തിരി പഠിക്കാനുണ്ട് DBMS-ൽ. അപ്പൊ ഇത്രയും ഭാഗം ഒന്ന് ക്ലിയർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ റിലേഷൻഷിപ്പ്, അതിന്റെ കറസ്പോണ്ടിങ് കാര്യങ്ങൾ, പിന്നെ ഇയർ ഡയഗ്രം ഒക്കെ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവും ഇതെങ്ങനെയാണ് എൻറ്റിറ്റീസ്, അതിന്റെ നൊട്ടേഷൻസ് ഒക്കെ ഏതൊക്കെയാണെന്ന് അറിയുമ്പോൾ. ഓക്കെ.